നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നാൽ, ഉറക്കം വരുമ്പോഴും വരുന്നില്ലെന്ന് അഭിനയിച്ചിരുന്നാൽ വലിയൊരു വിഷയം കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് പറഞ്ഞു തീർക്കാം ഇൻഷാ അല്ലാഹ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഈ ലോകത്തെ ഏറ്റവും വലിയ സത്യം അള്ളാഹു ഉണ്ട് എന്നതാണ്. അതിനേക്കാൾ വലിയൊരു സത്യമില്ല. ഒരുപാട് കാലം നിരീശ്വരവാദികൾ കൊണ്ടു നടന്ന ഒരു ട്രോൾ ഉണ്ടായിരുന്നു. ലോകത്ത് 1,00,000 ദൈവസങ്കല്പങ്ങളുണ്ട്. അവർ പറയാണ്, എൻ്റെ ഭാഷ കുഴപ്പമില്ലല്ലോ, സ്പീഡ് കൂടുണ്ടോ? 1,00,000 ദൈവസങ്കല്പങ്ങളുണ്ട്. നമ്മളതിൽ എല്ലാത്തിലും വിശ്വസിക്കുന്നുണ്ടോ? ഇല്ല, അള്ളാഹുവിൽ മാത്രം വിശ്വസിക്കുന്നു. അപ്പോ എത്ര ദൈവസങ്കല്പങ്ങളെ നമ്മൾ ഒഴിവാക്കി? 90,000 99. അല്ലെങ്കിലും ഈ 9 എന്നുള്ള പേര് 90 ഉണ്ടായിരുന്നു. അപ്പൊ സുഖാണ്. 10, 20, 30, 40, 80, 9 എണ്ണാൻ സുഖമായിരുന്നു. ഏതാകട്ടെ 99,999 ദൈവസങ്കല്പങ്ങളെയും നിങ്ങൾ ഒഴിവാക്കി. എന്നിട്ട് ഒരു അള്ളാഹുവിനെ തിരഞ്ഞെടുത്തു. ഞങ്ങളാ ഒന്നിനെ കൂടെ ഒഴിവാക്കി. അപ്പോൾ ഞങ്ങളും നിങ്ങളും തമ്മിലല്ലേ സാമ്യമുള്ളത്? ചോദ്യല്ലേ. മൊത്തം 1,00,000 ഉണ്ട്. 99,999 എണ്ണത്തെയും ഒഴിവാക്കി, ഒന്ന് തിരഞ്ഞെടുത്തു. ഞങ്ങൾ ആ ഒന്നിനെ കൂടി ഒഴിവാക്കി എന്ന് പറയുമ്പോൾ വിശ്വാസികൾക്ക് വിചാരിച്ചു ശരിയാണല്ലോ. അപ്പൊ ഇതിനൊരു ഉദാഹരണം നമുക്ക് പറയാം. ഒരാളുടെ പിതൃത്വം 100 പേർ അവകാശപ്പെട്ടു. 100 ആൾക്കാർ വന്നിട്ട് പറയാണ് അതെന്റെ കുട്ടിയാണ്, അതെന്റെ കുട്ടിയാണ്. അപ്പൊ പിന്നെ വേറെ നിവർത്തിയില്ല, DNA ടെസ്റ്റ് നടത്തി. DNA ടെസ്റ്റ് നടത്തിയപ്പോ ഒരാളുടേത് മാച്ചിങ് ആണ്, ബാക്കി 99 പേരുടേതും മാച്ചിങ് അല്ല. അപ്പൊ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും? 99 പേരെ മാറ്റി നിർത്തി ഈ മാച്ചിങ് ആയ ആളെ അച്ഛ എന്നോ വാപ്പ എന്നോ എന്തോ വിളിച്ചു. അപ്പൊ വേറൊരാൾ പറയാണ് 100 പേരിൽ 99 പേരെ മാറ്റി നിർത്തി ഒരാളെ നീ തെരഞ്ഞെടുത്തില്ലേ? ഞാനോ ഒരാളെ കൂടി മാറ്റി നിർത്തി ഞാൻ തന്തയില്ലാത്തവനാണ് എന്ന് പറഞ്ഞു എന്നതുപോലെ. താനുണ്ടല്ലോ എങ്കിൽ തന്തയുണ്ടാകുമല്ലോ, പ്രപഞ്ചമുണ്ടല്ലോ എങ്കിൽ അള്ളാഹു ഉണ്ടാകുമല്ലോ എന്നതാണ് അള്ളാഹു ഉണ്ട് എന്നതിന്റെ ബുദ്ധിപരമായ തെളിവ്. അള്ളാഹു ഉണ്ട് എന്ന് ബുദ്ധി കൊണ്ട് മാത്രമേ നമുക്ക് കണ്ടെത്താൻ കഴിയൂ. ചില ആളുകൾ ഇങ്ങനെയും പറയും അള്ളാഹു ഉണ്ട്, കാരണം എന്താ? ഖുർആനിലുണ്ടല്ലോ ഖുൽ ഹുവല്ലാഹു അഹദ്. ഓക്കെ, അപ്പൊ ഖുർആന് സത്യം ആരാ പറഞ്ഞു? അത് പിന്നെ അള്ളാന്റെ വചനല്ലേ, അത് ശരിയാവൂല. മനസ്സിലായില്ല? ഏതെങ്കിലും ഒന്ന് ആദ്യം തെളിയിക്കണ്ടേ. വീട് എവിടെയാന്ന് ചോദിച്ചു. അപ്പൊ നമ്മള് പറഞ്ഞു പോസ്റ്റ് ഓഫീസിന്റെ അപ്പുറത്ത് നിന്ന്. ഓക്കെ, അപ്പൊ പോസ്റ്റ് ഓഫീസ് എവിടെയാ? വീടിന്റെ അപ്പുറത്ത്. അപ്പൊ രണ്ടും കിട്ടില്ലല്ലോ. ഏതെങ്കിലും ഒന്ന് തെളിഞ്ഞാലല്ലേ അതിനോട് ചേർത്ത് മറ്റൊന്ന് പറയാൻ പറ്റൂ. അപ്പോ അള്ളാഹു ഉണ്ട് എന്ന് എന്തുകൊണ്ട് മാത്രമേ നമുക്ക് തെളിയിക്കാൻ കഴിയൂ? ബുദ്ധി കൊണ്ട് മാത്രമേ തെളിയിക്കാൻ നമുക്ക് സാധിക്കൂ. അള്ളാഹു ഉണ്ട് എന്ന് ബുദ്ധി കൊണ്ടാണ് നാം മനസ്സിലാക്കുന്നത്. അപ്പൊ ഇനി നാം ഇവിടെ കുറെ തെളിവുകൾ പറയും. ഇത് നമുക്ക് വേണ്ടിയിട്ടാണോ? നാം വിശ്വസിക്കുന്നുണ്ട്, പിന്നെ എന്തിനാണ് ഈ തെളിവുകൾ പഠിക്കുന്നത്? അത് മറ്റുള്ളവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാനാണ്. ഒരാൾ അള്ളാഹുവിനെ നിഷേധിക്കുമ്പോൾ അവന്റെ മുൻപിൽ സമർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ് നാം ഇത് പഠിക്കുന്നത്. 1 മുതൽ അങ്ങനെ പറഞ്ഞു പോകാം. എവിടം വരെ എത്തുമോ? 4:30 ആകുമ്പോൾ നമുക്ക് നിർത്താം ഇൻഷാ അല്ലാഹ്. ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ ദൈവത്തെ അംഗീകരിച്ചത്, ദൈവമുണ്ടെന്ന സത്യത്തെ ഉൾക്കൊണ്ടത് ഒരു വാദമാണ് ഡിസൈൻ ആർഗ്യുമെന്റ്. ഒന്ന് പറയും, ഡിസൈൻ ആർഗ്യുമെന്റ്. വളരെ ലളിതമാണ്. ഡിസൈൻ ഉണ്ടെങ്കിൽ ഡിസൈനർ അനിവാര്യമാണ്. ഡിസൈൻ ഉണ്ടെങ്കിൽ ഡിസൈനർ അനിവാര്യമാണ്. ഡിസൈൻ ചെയ്യപ്പെട്ടവയ്ക്കൊക്കെ ഒരു ഡിസൈനർ വേണം. ഡിസൈനർ ഇല്ലാതെ ഡിസൈൻ ഉണ്ടാവില്ല. ഡിസൈൻ എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? ഈ പ്രപഞ്ചത്തിന് ഒരു ഘടനാപരത്വമുണ്ട്, ഈ പ്രപഞ്ചത്തിലെ സർവ്വ വസ്തുക്കൾക്കും ഉണ്ട്. എങ്കിൽ ഇതിനെ കൃത്യമായി ഡിസൈൻ ചെയ്ത ഒരാൾ വേണം. ഇതാണ് ഡിസൈൻ ആർഗ്യുമെന്റ്. എന്തുകൊണ്ട് ഈ ഭൂമിയിൽ മാത്രം മനുഷ്യവാസം സാധ്യമായി? വലിയ ചോദ്യമാണ്, ഇന്നും ഉത്തരം അന്വേഷിക്കുന്ന ചോദ്യമാണ്. അന്യഗ്രഹ ജീവികൾ അല്ലെങ്കിൽ അന്യഗ്രഹങ്ങളിൽ ജീവനുണ്ടോ എന്ന് പഠനങ്ങൾ നടക്കുന്നില്ലേ? ചന്ദ്രയാൻ അയച്ചു. നമ്മൾ പഠിക്കുന്നത് എന്താണ്? അവിടെ ജീവന് സാധ്യതയുണ്ടോ എന്നാണ്. അപ്പൊ എന്താണ് ഈ പഠിക്കുക? അവിടെ ജീവനുണ്ടോ എന്ന് എങ്ങനെ മനസ്സിലാക്കാൻ അറിയോ?
ഭൂമിയിൽ ജീവനുണ്ടായത് ചില പ്രത്യേകതകൾ കൊണ്ടാണ്. ഈ പ്രത്യേകതകൾ അവിടെ ഉണ്ടോന്ന് മനസ്സിലാക്കുക, അല്ലാതെ അവിടെ ജീവികൾ ഉണ്ടോന്ന് നോക്കാൻ സമയം കിട്ടൂല. ഈ അന്തരീക്ഷം അവിടെയുണ്ടോ, ഈ ജലാംശം അവിടെയുണ്ടോ എന്നാണ് നോക്കുക. അപ്പോ ഈ ഭൂമിയിൽ മനുഷ്യവാസം സാധ്യമായതിന് ഒരുപാട് കാരണങ്ങളിൽ പെട്ട ചിലതൊന്ന്, സൂര്യനും ഭൂമിയും തമ്മിലുള്ള അകലം. ആ അകലം അല്പം കൂടുതലാണെങ്കിൽ ഭൂമി തണുത്തുറഞ്ഞു പോകുമായിരുന്നു, അപ്പൊ അവിടെ ജീവൻ ഉണ്ടാവില്ല. അല്പം കുറവായിരുന്നെങ്കിലോ ചൂടെടുത്ത് ഉരുക്കി പോകുമായിരുന്നു, അപ്പോഴും ഇവിടെ ജീവൻ നിൽക്കൽ സാധ്യമാകുമായിരുന്നു. അപ്പോൾ ആരാണ് ഈ കൃത്യമായ അകലം സംവിധാനിച്ചത്? ഭൂമി കറക്കം 23.5 ഡിഗ്രി ചെരിഞ്ഞാണ്. ആ ചരിഞ്ഞ് കറങ്ങുന്നത് കൊണ്ടാണ് നമുക്ക് കാലാവസ്ഥ വ്യതിയാനം സംഭവിക്കുന്നത്. കാലാവസ്ഥ മാറുന്നുണ്ടല്ലോ, ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ടാകുന്നുണ്ടല്ലോ. ഈ കാലാവസ്ഥാ വ്യതിയാനമാണ് ഭൂമിയിൽ ജീവൻ നിലനിർത്തുന്നത്. ആരാണ് ഈ ഭൂമിയെ 23.5 ഡിഗ്രി ചെരിച്ചു കറക്കുന്നത്? ലോകത്തെ മനുഷ്യരെ ഇന്നും അസ്വസ്ഥപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന, ഉത്തരമന്വേഷിക്കാൻ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യമാണ്. ഏതൊരാൾക്കും മനസ്സിലാകും. പ്രപഞ്ചത്തിൽ എവിടെ നോക്കുമ്പോഴും അവനൊരു ഡിസൈൻ കാണുന്നുണ്ട്. എങ്കിൽ പിന്നെ ഇതിന്റെ പിന്നിൽ ആരുണ്ടാകണം? ഒരു ഡിസൈനർ വേണമെന്ന് എല്ലാവർക്കും ബോധ്യമാകും. അപ്പൊ ചിലർ പറയും, ഇതൊക്കെ തനിയെ ഉണ്ടായിക്കൂടെ, ഇതൊക്കെ യാദൃച്ഛികമായി ഉണ്ടായിക്കൂടെ, റാൻഡമായി ഉണ്ടായിക്കൂടെ? റാൻഡമായി ഉണ്ടാകുമോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇവിടെ ഒരു ഒരു കുപ്പിപ്പാത്രം, ഒരു ഗ്ലാസിന്റെ പാത്രം നിലത്തേക്കിട്ടാൽ അതെന്ത് സംഭവിക്കും? അത് പൊട്ടും. പൊട്ടുമ്പോൾ അതിന് ക്രമം ഉണ്ടാവോ? ഉണ്ടാവില്ല. എന്നാൽ ഈ പൊട്ടിയത് മൊത്തം ഒരു ക്രമത്തിലാണ് പരന്നു കിടക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? ഇത് തനിയെ ഇങ്ങനെ ആയതല്ല, ഈ രീതിയിൽ വിന്യസിക്കപ്പെടണമെന്ന് ഉദ്ദേശിച്ച ഒരാളാണ് ഇതിന്റെ പിന്നിൽ, അല്ലേ? ഏതൊന്നും സ്വാഭാവികമായി സംഭവിക്കുമ്പോൾ ക്രമരഹിതമായിരിക്കും. ഏതും അങ്ങനെ തന്നെയല്ലേ? നമ്മളൊരു പെയിന്റിന്റെ പാത്രം എടുത്ത് ഇങ്ങനെ വീശി എറിഞ്ഞാൽ നല്ല ക്രമത്തിൽ പെയിന്റ് അടിക്കപ്പെടുമോ? ഇല്ലല്ലോ. അപ്പൊ സ്വാഭാവികമായി തനിയെ സംഭവിക്കുമ്പോൾ ഏതും എങ്ങനെയായിരിക്കും? ഡിസോർഡറിലായിരിക്കും, ക്രമരഹിതമായിരിക്കും. എങ്കിൽ പിന്നെ ക്രമത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു വിശദീകരണം വേണം. ഇത് ഇങ്ങനെ തന്നെ വരണമെന്ന് കരുതിയ ഒരാൾ ഉണ്ടാകണം. നമ്മൾ രാവിലെ കിച്ചണിലേക്ക് പോയപ്പോ അവിടെ ഒരു പാത്രത്തിൽ ഒരു ബ്രെഡ് ഉണ്ട്. ആ ബ്രെഡിന്റെ മുകളിൽ ഒരു ജാം ഇങ്ങനെ നമ്മുടെ പേരെഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്ത് വിചാരിക്കാം? അത് കാറ്റ് വന്നപ്പോൾ ജാമിന്റെ പാത്രം ആദ്യം ബ്രെഡിന്റെ പൊതി അഴിഞ്ഞപ്പോൾ താഴെ വീണപ്പോൾ, പ്ലേറ്റിന്റെ മുകളിൽ തനിയെ വീണപ്പോൾ, ജാമിന്റെ പാത്രം ചെരിഞ്ഞപ്പോൾ അതങ്ങനെ യാദൃച്ഛികമായി എന്റെ പേരെഴുതി എന്ന് വിചാരിക്കോ? എന്ന് വിചാരിക്കൂല. തനിയെ സംഭവിച്ചാൽ ക്രമമുണ്ടാവൂല. ക്രമമുണ്ടെങ്കിൽ അതെങ്ങനെ സംഭവിക്കണം? അങ്ങനെ വരണമെന്ന് ആഗ്രഹിച്ച, ചിന്തിച്ച ഒരാളത് ചെയ്യണം. അപ്പോൾ ഈ പ്രപഞ്ചത്തിൽ എവിടെയും നാം ക്രമം കാണുന്നുണ്ട്. എങ്കിൽ ഇത് തനിയെ ഉണ്ടായതല്ല എന്നിടത്തേക്ക് ബുദ്ധി മനുഷ്യനെ കൊണ്ടെത്തിക്കും. എങ്കിൽ പിന്നെ ആര്? അതാണ് അടുത്ത ചോദ്യം. എങ്കിൽ പിന്നെ ആര്? അതിനുത്തരം അള്ളാഹു, ദൈവം. അപ്പൊ അവര് ചോദിക്കും, ഓക്കെ, ഞങ്ങൾ സമ്മതിച്ചു, എല്ലാത്തിനെയും ഡിസൈൻ ചെയ്തത് ദൈവം. എങ്കിൽ ദൈവത്തെ ഡിസൈൻ ചെയ്തതാര്? ചോദ്യല്ലേ? എല്ലാത്തിനെയും ഉണ്ടാക്കിയത് ദൈവം. എങ്കിൽ ദൈവത്തെ ഉണ്ടാക്കിയതാര്? എന്തുത്തരം? മൊണാലിസ എന്ന ചിത്രം കണ്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ അതിനെ കുറിച്ച്? അത് വരച്ചാളുടെ പേരെന്താ? ഡാവിൻസി. അപ്പൊ മൊണാലിസ എന്ന ചിത്രം വരച്ചതാരാ? ഡാവിൻസി. ഡാവിൻസിയെ വരച്ചതാരാ? ഡാവിൻസി എന്നത് ചിത്രമല്ല. ചിത്രമാണെങ്കിലേ വരയ്ക്കാരൻ വേണ്ടതുള്ളൂ. അതല്ലേ ഉത്തരം. ഒരു പാട്ടുകാരന്റെ പേര് പറ. ആള് പാടിയൊരു പാട്ടും പറയണം. എനിക്ക് പാട്ട് ഞാൻ കേൾക്കാത്തോണ്ട് പാട്ടറിയില്ല. പണ്ടോട്ടേ പാട്ട് ഇഷ്ടല്ല. നിങ്ങളുടെ പേരെന്നെ പറയാ? അല്ലല്ലേ. എങ്കിലും ഒരു പാട്ടുകാരൻ, അയാളൊരു പാട്ട് പാടി. യേശുദാസ് ഹരിമുരളീരവം പാടി. ഉദാഹരണത്തിന് ഹരിമുരളീരവം പാടിയതാരാ? യേശുദാസിനെ പാടിയതാരാ? ഉത്തരം എന്താ? യേശുദാസ് പാട്ടല്ല. പാട്ടാണെങ്കിലാണ് പാട്ടുകാരൻ വേണ്ടത്. ദോശ ഉണ്ടാക്കിയത്, ദോശ പാചകം ചെയ്തതാരാ?
ഉമ്മ. ഉമ്മയെ പാചകം ചെയ്തതാരാ? ഉമ്മ. ഭക്ഷണമല്ല, ഭക്ഷണത്തിനാണ് ആര് വേണ്ടത്? പാചകക്കാരൻ. ജീവിച്ചിരിക്കുന്ന ഒരാളുടെ മുഖത്ത് നോക്കി നിന്നെ കൊന്നതാരാന്ന് ചോദിച്ചാൽ എന്തുത്തരം? എന്നെ കൊന്നത്. ഇങ്ങനെ ആലോചിക്കണോ? ഞാൻ ചത്തിട്ടില്ല, അതുകൊണ്ട് ആര് വേണ്ട? ഘാതകൻ വേണ്ട. അതല്ലേ ഉത്തരം. അപ്പോ ദൈവത്തെ ഡിസൈൻ ചെയ്തതാരാ? എന്താ ചോദ്യത്തിന്റെ പ്രശ്നം? ദൈവം ഡിസൈൻ ചെയ്യപ്പെട്ടതല്ല. ഡിസൈൻ ചെയ്യപ്പെട്ടതിനാണ് എന്ത് വേണ്ടത്? എന്തുകൊണ്ടാണ് ഈ പ്രപഞ്ചത്തിന് ഡിസൈനർ വേണമെന്ന് നാം പറയുന്നത്? ഇത് ഡിസൈൻ ചെയ്യപ്പെട്ട പോലെ നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഈ അകലം, ഈ കറക്കം എല്ലാം. എങ്കിൽ ഡിസൈനർ വേണം. അപ്പോ യേശുദാസ് പാട്ടല്ലാത്തത് കൊണ്ട് മറ്റൊരു പാട്ടുകാരൻ വേണ്ടാതില്ലാത്തതുപോലെ, ഡാവിഞ്ചി ചിത്രമല്ലാത്തത് കൊണ്ട് ഒരു വരക്കാരൻ ആവശ്യമില്ലാത്തതുപോലെ, ആർക്ക് ആരെ ആവശ്യമില്ല? അപ്പോൾ നമുക്ക് തുടരാം. ദൈവത്തിന് ഡിസൈനറുടെ ആവശ്യമില്ല. കാരണം എന്തുകൊണ്ട്? ഡിസൈൻ ചെയ്യപ്പെട്ടതല്ല. അപ്പോൾ ഇവർ രണ്ടാമത്തെ വാദവുമായി വന്നു. ഒരു പുഴ ഇങ്ങനെ ഒഴുകുന്ന പോലെ സങ്കല്പിക്കുക. ആ പുഴ ഒഴുകുമ്പോൾ പുഴയുടെ അടുത്ത് ഒരുപാട് കല്ലുകളുണ്ട്. സ്വാഭാവികം ഉണ്ടാവുമല്ലോ. അപ്പൊ ഈ പുഴ ഒരുപാട് വർഷം ഇങ്ങനെ ഒഴുകിയപ്പോ കല്ലുകൾക്ക് ഓരോ ആകൃതികളും വരാം. അതിൽ അനേകം വർഷം ഒഴുകിയ ഒരു പുഴ അനേകം കല്ലുകളെ തഴുകിത്തലോടിയത് പോയി. അതിൽ ഒരു കല്ലിന് മാത്രം ഒരു മനുഷ്യന്റെ രൂപം വന്നു എന്ന് സങ്കല്പിക്കുക. പോസിബിൾ അല്ലേ? ഒരു പുഴ അനേകം വർഷം ഒഴുകുന്നു, അനേകം കല്ലുകൾ, അതിൽ ഒരു കല്ലിന് മനുഷ്യന്റെ രൂപം വന്നത്, അതിൽ പ്രത്യേകിച്ച് വിശദീകരണമൊന്നും വേണ്ടല്ലോ. എന്നിട്ട് ഇവർ പറയും, എങ്കിൽ പിന്നെ അനേകം പ്രപഞ്ചങ്ങളുണ്ട്. ഓക്കെ, അതിൽ ഒരു പ്രപഞ്ചമായ ഈ പ്രപഞ്ചത്തിലെ, ഒരു ഗാലക്സിയായ ഈ ഗാലക്സിയിലെ, മിൽക്കി വേയിലെ ഒരു നക്ഷത്രമായ സൂര്യന് ചുറ്റും കറങ്ങുന്ന അനേകം ഗ്രഹങ്ങളിൽ ഒന്നു മാത്രമായ ഭൂമിയിൽ ജീവനുണ്ടായതിൽ എന്താ ഇത്ര അത്ഭുതം? അപ്പൊ ഇത് കേൾക്കുമ്പോൾ നമുക്ക് എന്താ തോന്നാ? അത് ശരിയാണല്ലോ, ഒരുപാട് പ്രപഞ്ചം ഉണ്ടെങ്കിൽ ഒരുപാട് പ്രപഞ്ചമുണ്ടെന്ന് ആര് പറഞ്ഞു? ഇവര് നമ്മളെ കളിയാക്കുമല്ലോ. നിങ്ങൾ എന്തിന്റെ ആളുകളാണ്? അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്, അദൃശ്യത്തിൽ വിശ്വസിക്കുന്നവരാണ്. ഞങ്ങൾ കണ്ടാലേ വിശ്വസിക്കൂ. എന്നിട്ട് ബുദ്ധി കൊണ്ട് ചിന്തിക്കുമ്പോ ദൈവത്തെ അംഗീകരിക്കേണ്ട ഒരു അനിവാര്യത വന്നപ്പോ ഇവര് പറയാണ്, ഈ കാണുന്ന ഒരു പ്രപഞ്ചം മാത്രമല്ല ഉള്ളത്, പിന്നെ അനേകം പ്രപഞ്ചങ്ങളുണ്ട്. അത് ഇവർ കണ്ടിട്ടുണ്ടോ? ഉണ്ടോ? എന്തെങ്കിലും തെളിവുണ്ടോ? അപ്പൊ തെളിവുണ്ടെങ്കിലേ വിശ്വസിക്കൂ എന്ന് പറയുകയും ബുദ്ധി കൊണ്ട് ബോധ്യമായ ദൈവത്തെ നിഷേധിക്കാൻ വേണ്ടി ഇല്ലാത്ത പ്രപഞ്ചം അനേകം ഉണ്ടാകുന്നതിന് ഇസ്ലാം എതിരല്ല. സബ് സമാവാത്തിന്റെ വ്യാഖ്യാനത്തിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അതിന്റെ സാധ്യതകളെ തുറന്നിടുകയും ചെയ്തിട്ടുണ്ട്. എങ്കിലും ഇവർക്ക് തെളിവ് കിട്ടിയിട്ടില്ലല്ലോ. അപ്പൊ ഇവർക്ക് തെളിവ് കിട്ടാത്ത മൾട്ടിവേഴ്സ് തിയറി, ഒരുപാട് പ്രപഞ്ചങ്ങളുണ്ട്, യൂണിവേഴ്സ് അല്ല മൾട്ടിവേഴ്സ് എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാ? ബുദ്ധി കൊണ്ട് ബോധ്യമായ ദൈവത്തെ അംഗീകരിക്കാതിരിക്കാൻ വേണ്ടി. ഇല്ലാത്ത, കണ്ടിട്ടില്ലാത്ത, കണ്ടെത്തപ്പെട്ടിട്ടില്ലാത്ത ബഹുപ്രപഞ്ച സിദ്ധാന്തത്തിൽ അവരെന്ത് ചെയ്യാണ്? വിശ്വസിക്കുകയാണ്. എങ്ങനെയാണ് ഭൂമിയിൽ ജീവൻ ഉണ്ടായതെന്ന് ഇവരോട് ചോദിച്ചു. ഇവരുടെ ലോകത്തെ നിരീശ്വരവാദികളുടെ തലതൊട്ടപ്പനായ റിച്ചാർഡ് ഡോക്കിൻസിനോട്. റിച്ചാർഡ് ഡോക്കിൻസ് പറഞ്ഞ ഉത്തരം വളരെ രസമാണ്. അത് അന്യഗ്രഹ ജീവികൾ കൊണ്ടുവന്നിട്ടതായിരിക്കുന്നു. അപ്പൊ അന്യഗ്രഹ ജീവികൾ ഉണ്ട്, അവര് ഭൂമിയിലേക്ക് ജീവൻ കൊണ്ടുവന്നിട്ടു. എന്തൊക്കെ വിശ്വാസങ്ങൾ, ഇതിന് തെളിവുണ്ടോ? ഇല്ല. അപ്പോ
ബുദ്ധി കൊണ്ട് ബോധ്യമായ സത്യത്തെ നിരാകരിക്കാൻ വേണ്ടി ഒരു തെളിവുമില്ലാത്ത സിദ്ധാന്തങ്ങളെ കൊണ്ട് ഇവർ ഓട്ടടയ്ക്കാൻ ശ്രമിക്കുകയാണ് എന്നാണ് നാം പറഞ്ഞതിന്റെ ചുരുക്കം. അപ്പൊ എല്ലാവർക്കും ബോധ്യമാകും, ഡിസൈൻ ഉണ്ടെങ്കിൽ ആര് വേണം? ഡിസൈനർ വേണം. ആ ഡിസൈനറെ മറ്റൊരാൾ ഡിസൈൻ ചെയ്യേണ്ടതില്ല. യേശുദാസിനെ മറ്റൊരാൾ പാടേണ്ടതില്ലാത്തതുപോലെ. അപ്പൊ പിന്നെ അടുത്ത ചോദ്യം, ഓക്കെ, സമ്മതിച്ചു. അപ്പോൾ ഇതെല്ലാം ഡിസൈൻ ചെയ്ത ഒരാളാണ് ദൈവം എന്ന് നിങ്ങൾ പറയുന്നു, ഓക്കെ. പക്ഷെ ആ ഡിസൈനിൽ പ്രശ്നങ്ങളുണ്ടല്ലോ. അടുത്ത ചോദ്യം അതാണ്. ഡിസൈനിൽ എന്തുണ്ട്? ബാഡ് ഡിസൈൻ ആണ്, പാളിച്ചകളുണ്ട്, കണ്ണുകാണാത്ത മനുഷ്യരുണ്ട്, മനുഷ്യർ മരിക്കുന്നു, അസുഖം വരുന്നു, വിയർക്കുന്നു, കിതയ്ക്കുന്നു. ഇതൊന്നും പാടില്ല, ഇതൊന്നും ഡിസൈനിൽ ഉണ്ടാകാൻ പറ്റില്ല. മനുഷ്യന് ക്ഷീണം വരുന്നു, നര ബാധിക്കുന്നു, അസുഖങ്ങൾ വരുന്നു. ഇതൊക്കെ ഡിസൈനിലെ പ്രശ്നങ്ങളാണ്. അപ്പൊ അങ്ങനെ ഒരു ഡിസൈനർ ഉണ്ടെങ്കിൽ തന്നെ അത് കഴിവുള്ള ആളല്ല. അതാരാണ്? ബാഡ് ഡിസൈനറാണ്. ഇത് ശരിയാന്ന് തന്നെ വിചാരിക്കുക. എങ്കിലും ഡിസൈനർ ഇല്ലാന്ന് വന്നോ? എന്തേ വന്നിട്ടുള്ളൂ? അപ്പൊ ബാഡ് ഡിസൈനർ അവിടെ ഉണ്ടല്ലോ. ബാഡ് ഡിസൈനറായി ദൈവം ഉണ്ടല്ലോ. ഇവര് ദൈവത്തെ നിരാകരിച്ചോ? ഇല്ല. എങ്കിൽ ഇവർ പറഞ്ഞ വാദത്തിലേക്ക് വരാം. ഡിസൈൻ പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ട് ദൈവമില്ല. അതുകൊണ്ട് ദൈവം ഇല്ലാതാകുന്നില്ല. പ്രശ്നങ്ങളോടെ ഡിസൈൻ ചെയ്ത ദൈവം അവിടെ ഉണ്ട്. മനസ്സിലായില്ല? ചില ആളുകൾ പറയും, ഞാൻ അള്ളാഹു ഇല്ലാന്ന് എനിക്ക് ബോധ്യായി. എന്താ കാരണം? അള്ളാഹു വളരെ ക്രൂരനാണ്, നരകം സൃഷ്ടിച്ചു, ആളുകളെ അതിൽ ഇടുന്നുണ്ടല്ലോ. ഓക്കെ, അള്ളാഹു ക്രൂരനായതുകൊണ്ട് അള്ളാഹു ഇല്ലാന്ന് വന്നോ? എന്തേ വന്നിട്ടുള്ളൂ? ക്രൂരനാണെന്ന് മാത്രല്ലേ വന്നിട്ടുള്ളൂ. എന്റെ വാപ്പ വളരെ ക്രൂരനാണ്, അതുകൊണ്ട് വാപ്പ ഇല്ല. അതെങ്ങനെ ശരിയാവും? ക്രൂരനായ വാപ്പ ഉണ്ടല്ലോ. അപ്പൊ അള്ളാഹു ക്രൂരനാണ്, അതുകൊണ്ട് അള്ളാഹു ഇല്ല എന്ന് പറയാൻ കഴിയില്ല. ഡിസൈനിൽ പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ട് ഡിസൈനർ ഇല്ല എന്നും പറയാൻ കഴിയില്ല. നമുക്ക് വിഷയത്തിലേക്ക് വരാം. ഇപ്പോൾ നമ്മുടെ ആ കയറിപ്പോകുന്ന ആ പടിക്കെട്ട്, സ്റ്റെപ്സ്, അല്ലെങ്കിൽ ഈ വാതിലെടുക്കാം. ഈ വാതിൽ തുറക്കാൻ വേണ്ടിയിട്ടാണല്ലോ പണിതത്. പക്ഷെ നമ്മൾ തുറക്കാൻ ശ്രമിക്കുമ്പോ അതുപോലെ ഒരു കോണി ഇവിടെ ഉണ്ട്. അപ്പൊ തുറക്കാൻ പറ്റുമോ? തുറക്കാൻ പറ്റില്ല. കാരണം അവിടെ കോണിയുണ്ട്, ഇങ്ങോട്ടും തുറക്കാൻ പറ്റൂല. അപ്പോൾ ഈ തുറക്കാൻ പറ്റാത്ത വാതിൽ പണി കഴിപ്പിക്കുക എന്ന് പറയുന്നത് മോശല്ലേ? അബദ്ധം പറ്റിയതല്ലേ? അപ്പൊ അത് പണി കഴിപ്പിച്ച കോൺട്രാക്ടർ കഴിവില്ലാത്ത ആളല്ലേ? കഴിവില്ലാത്ത ആളാണെന്ന് മനസ്സിലാക്കാൻ വരട്ടെ. ഈ വാതിൽ ഇങ്ങനെ പണി കഴിപ്പിച്ചു വന്നപ്പോ ഇത് തുറക്കാൻ പറ്റുന്നില്ല എന്ന് ആദ്യം മനസ്സിലാവുക ആർക്കായിരിക്കും? ആൾക്കന്നല്ലേ? അപ്പൊ അയാള് അന്ന് തന്നെ പൊളിച്ച് മാറ്റാൻ ശ്രമിക്കൂലേ? എന്നിട്ടും അത് ചെയ്യാതെ അങ്ങനെ തന്നെ പണിതു. ഇനി ഇതൊരു പണക്കാരൻ പണം കൊടുത്ത് പണിയിപ്പിച്ചതല്ലേ? അപ്പൊ ഇങ്ങനെ പണിത് കൊടുത്ത അയാള് ഇതെന്താ ചങ്ങായി കാണിച്ചു വെച്ചിക്കണെന്ന് ചോദിക്കൂലേ? അങ്ങനെ ചോദിക്കുന്നതും കാണുന്നില്ല. അപ്പൊ നമ്മൾ ഇയാളോട് ചോദിച്ചു, ആർക്കിടെക്റ്റിനോട്, താങ്കൾ എന്തിനാണ് ഈ തുറക്കാൻ പറ്റാത്ത വാതിൽ പണിതത്? അപ്പോൾ അയാൾ പറഞ്ഞു, ഞാനൊരു കൗതുകത്തിന് വേണ്ടി പണിതതാണ്. വിശദീകരണം കിട്ടി. പണിതൂടെ? നിങ്ങൾ നോക്കൂ, ഇവിടെ അനേകം വാതിലുകൾ തുറക്കാൻ പറ്റുന്ന രീതിയിൽ ഞാൻ പണിതിട്ടില്ലേ? എനിക്കറിയാം അങ്ങനെ പണിയാൻ. ഇത് ഞാനൊരു കൗതുകത്തിന് വേണ്ടി ചെയ്തതാണ് എന്ന് അയാൾ വിശദീകരിച്ചാൽ പിന്നെ നമുക്കതിൽ ചോദ്യം ചോദിക്കാൻ ഓപ്ഷൻ ഉണ്ടോ? അതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിമിതികളില്ലാത്ത മനുഷ്യരെ അനേകം സൃഷ്ടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇതെനിക്ക് പറ്റുമെന്ന് നമ്മെ ബോധ്യപ്പെടുത്തി. പരിമിതികളോടെ ചില മനുഷ്യരെയും സൃഷ്ടിച്ചു. ഇനി അതിനൊരു വിശദീകരണം വേണം. അള്ളാഹു തന്നെ പറഞ്ഞു, എന്താണ്? വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖസിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത്. അപ്പൊ ഞാൻ ഇവിടെയൊക്കെ നിങ്ങൾക്ക് പരീക്ഷണം നൽകുന്നു പറഞ്ഞു. അപ്പൊ ഏതൊരു ഡിസൈനറും അയാളുടെ പർപ്പസിനനുസരിച്ചാണ് ഡിസൈൻ ചെയ്യുക, അല്ലേ? അയാൾക്കൊരു ഉദ്ദേശം ഉണ്ടാവും, ഉദ്ദേശത്തിനനുസരിച്ചാണ് ഡിസൈൻ ചെയ്യുക. അത് കണ്ടിട്ട് എനിക്ക് മനസ്സിലായതല്ല അദ്ദേഹം ഉദ്ദേശിച്ചിരിക്കുക. അപ്പൊ 3 മറുവാദങ്ങളെ നാം പറഞ്ഞു. 1, ദൈവത്തെ ഡിസൈൻ ചെയ്തതാരാ? 2, അനേകം പ്രപഞ്ചങ്ങൾ ഉണ്ടെങ്കിലോ? 3, ഡിസൈനിൽ പ്രശ്നങ്ങളുണ്ടല്ലോ. 3 വാദവും നിലനിൽക്കാതെ ഡിസൈൻ ആർഗ്യുമെന്റ് ഭൂരിപക്ഷം ആളുകളും, ലോകത്തെ വലിയൊരു നിരീശ്വരവാദി ഉണ്ടായിരുന്നു, ആന്റണി ഫ്ലൂ, കേട്ടിട്ടുണ്ടോ? അയാളൊരു പുസ്തകം, അവസാനം നിരീശ്വരവാദം ഉപേക്ഷിച്ച് ദൈവവിശ്വാസത്തിലേക്ക് മടങ്ങി വന്നു.
അയാൾ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്, ദർ ഈസ് നോ ഗോഡ് എന്ന് എഴുതിയിട്ട് ആ നോ വെട്ടി, ദർ ഈസ് ഗോഡ്. ആ പുസ്തകത്തിൽ അദ്ദേഹം ചോദിക്കുകയാണ്, ഡിസൈനറെ മാറ്റി നിർത്തി ഒരു ആറ്റത്തെ പോലും വിശദീകരിക്കാൻ പറ്റാത്ത സമയത്താണ് ഇവരെന്ത് ചെയ്യുന്നത്? ഒരുപാട് പ്രപഞ്ചമുണ്ട് എന്ന് പറയുന്നത്. എങ്കിൽ പിന്നെ ആരാണ് കുടുങ്ങുക? അവർ തന്നെയല്ലേ. ഇതിനൊക്കെ വിശദീകരിക്കണ്ടേ? എന്നിട്ട് അദ്ദേഹം പറയുന്നു, ഞാൻ കൊടുക്കുന്നുണ്ടോ, ഞാൻ ഒരു സ്ഥലത്തേക്ക് പോയി, എന്നിട്ട് ഒരു ഹോട്ടലിൽ ഒരു മുറി എടുത്തു. ആ മുറിക്കകത്ത് പ്രവേശിച്ചപ്പോൾ എനിക്കിഷ്ടമുള്ള അതേ നിറത്തിലുള്ള പെയിന്റാണ് അവിടെ ഉള്ളത്. എനിക്കിഷ്ടമുള്ള ഭക്ഷണ സാധനങ്ങൾ അവിടെ വിളമ്പി വെച്ചിട്ടുണ്ട്. എനിക്ക് വായിക്കാൻ ഇഷ്ടമുള്ള പുസ്തകങ്ങൾ അവിടെ തുറന്നു വെച്ചിട്ടുണ്ട്. അങ്ങനെ എനിക്ക് എന്തൊക്കെ ഇഷ്ടമുണ്ടോ അതെല്ലാം അവിടെ ഉണ്ടെങ്കിൽ എൻ്റെ ബുദ്ധി അത് ഞാൻ ഇവിടേക്ക് വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയ ആരോ ഒരാൾ ചെയ്തു വെച്ചതാണ് എന്ന് ചിന്തിക്കലാണ് എന്നാണ് തൻ്റെ ഈശ്വര വിശ്വാസത്തിലേക്കുള്ള മടക്കയാത്രയെ കുറിച്ച് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ അള്ളാഹു ഉണ്ട് എന്ന് സ്ഥാപിക്കാൻ വേണ്ടി പൊതുവിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വാദമാണ് ഇവിടെ പരിചയപ്പെടുത്തിയത്. എന്തായിരുന്നു എന്റെ പേര്? എന്താ ആർഗ്യുമെന്റ് ആണ്? ഡിസൈൻ ആർഗ്യുമെന്റ്. രണ്ടാമത്തെ ഒരു വാദമുണ്ട്, കോസ്മോളജിക്കൽ ആർഗ്യുമെന്റ്. ഒന്ന് പറയ്, എന്താ കോസ്മോസ്? പ്രപഞ്ചം. കോസ്മോളജിക്കൽ ആർഗ്യുമെന്റ്, ഈ പ്രപഞ്ചത്തെ നിരീക്ഷിച്ച് അതിന്റെ ഉടയ തമ്പുരാനെ കണ്ടെത്തുന്ന വാദങ്ങൾ രണ്ടു തരമുണ്ട്, കണ്ടിൻജൻസി ആൻഡ് കലാം കോസ്മോളജിക്കൽ ആർഗ്യുമെന്റ്. നമുക്കാദ്യം കലാം കോസ്മോളജിക്കൽ ആർഗ്യുമെന്റ് വിശദീകരിക്കാം. തുടക്കമുണ്ടെങ്കിൽ എന്തു വേണം? തുടക്കക്കാരൻ വേണം, വേണ്ടേ? ഒറിജിൻ ഉണ്ടെങ്കിൽ ഒറിജിനേറ്റർ വേണം. അപ്പോൾ തുടക്കമുള്ള എന്തിനും എന്തു വേണം? എന്ത് വേണം? തുടക്കക്കാരൻ വേണം. പ്രപഞ്ചത്തിന് തുടക്കമുണ്ട്, അതുകൊണ്ട് പ്രപഞ്ചത്തിനും എന്ത് വേണം? തുടക്കക്കാരൻ വേണം. ആ തുടക്കക്കാരന് മറ്റൊരു തുടക്കക്കാരൻ ആവശ്യമില്ല. അത് മനസ്സിലായില്ല? മനസ്സിലായോ? ഇപ്പോ ഈ പ്രപഞ്ചത്തെ ആരുണ്ടാക്കി? ദൈവം. ഓക്കെ, ദൈവത്തെ ആരുണ്ടാക്കി? അത് മറ്റൊരു ദൈവം. ആ ദൈവത്തെ ആരുണ്ടാക്കി? അത് മറ്റൊരു ദൈവം. അങ്ങനെ അനന്തമായി പോവാൻ പറ്റുമോ? പോവാൻ പറ്റുമോ? അത് എന്തുകൊണ്ടാ പറ്റില്ല എന്ന് പറയണത്? നിങ്ങൾക്കൊരു 10 രൂപ വേണം. 10 രൂപ ഒരാളോട് ചോദിച്ചു. അപ്പൊ ആള് പറഞ്ഞു, എന്റെ കയ്യിൽ പൈസ ഇല്ല, ഞാൻ എന്ത് ചെയ്യാം? വേറൊരാളുടെ അടുത്ത് വാങ്ങിത്തരാം. അങ്ങനെ വേറൊരാളുടെ അടുത്ത് പോയിട്ട് 10 രൂപ തരുമോ എന്ന് ചോദിച്ചു. അപ്പൊ അയാൾ എന്ത് പറഞ്ഞു? എന്റെ കയ്യിലും ഇല്ല, ഞാൻ വേറെ ഒരാളുടെ കയ്യിൽ നിന്ന് വാങ്ങിത്തരാം. അങ്ങനെ മറ്റൊരാളുടെ അടുത്ത് പോയി, അയാളുടെ കയ്യിലും പൈസ ഇല്ല. അങ്ങനെ അനന്തമായി അവസാനിക്കാതെ പോയാൽ 10 രൂപ കിട്ടുമോ? കിട്ടുമോ? ഇനി 10 രൂപ കിട്ടി എന്ന് വിചാരിക്കുക. അതിന്റെ അർത്ഥം എന്താ? ആരോ ഒരാൾ മറ്റൊരാളുടെ കയ്യിൽ നിന്ന് വാങ്ങാതെ സ്വന്തമായി പോക്കറ്റിൽ നിന്ന് എടുത്തു കൊടുത്തു, അല്ലെ? അതിന്റെ അർത്ഥം അയാൾ നമ്മൾ കാണണമെന്നുണ്ടോ? 10 രൂപ കിട്ടി, അതിന്റെ അർത്ഥം എന്താ? ഇപ്പൊ നമുക്ക് ലീവ് വേണം. നമ്മൾ മാനേജറിനോട് ചോദിച്ചു, സാർ ലീവ് വേണം. പറഞ്ഞു, ഞാൻ എൻ്റെ സീനിയർ സുപ്പീരിയറോട് ചോദിക്കട്ടെ എന്ന് പറഞ്ഞു. അയാൾ ആളുടെ സുപ്പീരിയറോട് ചോദിച്ചു. അപ്പൊ അയാൾ പറഞ്ഞു, ഞാൻ എൻ്റെ സുപ്പീരിയറോട് ചോദിക്കട്ടെ എന്ന് പറഞ്ഞു. ഇങ്ങനെ അനന്തമായി നീണ്ടുപോയാൽ നമുക്ക് ലീവ് കിട്ടുമോ? ഇനി ലീവ് കിട്ടിയെന്ന് വിചാരിക്കുക. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ആരോ ഒരാള് വേറൊരാളുടെ പെർമിഷൻ മേടിക്കാതെ ലീവ് കൊടുത്തു എന്നുള്ള. കുറെ പട്ടാളക്കാരിങ്ങനെ, ഈ ഉദാഹരണങ്ങൾ ഏതെങ്കിലുമൊക്കെ ഒന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കിയാൽ മതി. അങ്ങനെ പലതും പറയും. കുറെ പട്ടാളക്കാരിങ്ങനെ നിരന്ന് നിൽക്കാണ്. അപ്പോ അവസാനത്തെ ആളുടെ കയ്യിൽ എന്തുണ്ട്? ഒരു തോക്കുണ്ട്. പക്ഷെ ഇയാളിത് ഷൂട്ട് ചെയ്യണമെങ്കിൽ ഇയാളുടെ വലതുവശത്തുള്ള ആൾ എന്ത് ചെയ്യണം? വലതുവശത്തുള്ള ആൾ പറയണം, ഷൂട്ട് ചെയ്യാൻ പറയണം. അപ്പൊ ഇയാളുടെ റൈറ്റ് സൈഡിലുള്ള ആളുടെ പെർമിഷൻ കിട്ടിയാൽ ഇയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? ഷൂട്ട് ചെയ്യാൻ പറ്റും. പക്ഷെ ഇയാൾക്ക് സ്വന്തമായിട്ട് പെർമിഷൻ കൊടുക്കാൻ പറ്റുമോ? ആളതിന്റെ റൈറ്റ് സൈഡിലുള്ള ആളോട് ചോദിക്കണം, ആളതിന്റെ റൈറ്റ് സൈഡിലുള്ള ആളോട് ചോദിക്കണം. അങ്ങനെ വരി അനന്തമായി നീങ്ങിയാൽ ഷൂട്ടിംഗ് നടക്കുവോ? ഇനി ഷൂട്ടിംഗ് നടന്നു വിചാരിക്കുക. അതിന്റെ അർത്ഥം എന്താ? ആരോ ഒരാൾ സ്വന്തമായി. അപ്പോൾ പ്രപഞ്ചത്തുണ്ടാക്കിയത് മറ്റൊരു പ്രപഞ്ചം, അതിനുണ്ടാക്കിയത് മറ്റൊരു പ്രപഞ്ചം എന്നിങ്ങനെ അനന്തമായി പോയാൽ ഇവിടെ ഈ പ്രപഞ്ചം ഉണ്ടാകുമോ? ഉണ്ടാകുമോ? പ്രപഞ്ചം പക്ഷെ ഉണ്ടല്ലോ, വെടി പൊട്ടിയിട്ടുണ്ടല്ലോ, 10 രൂപ കിട്ടിയിട്ടുണ്ടല്ലോ, ലീവ് കിട്ടിയിട്ടുണ്ടല്ലോ. എങ്കിൽ പിന്നെ ഒരാൾ അവിടെ ഉണ്ട്.
പ്രപഞ്ചം ഇവിടെ ഉണ്ടല്ലോ, നമ്മൾ കാണല്ലേ. എങ്കിൽ പിന്നെ ഇത് ഉണ്ടാക്കിയ ഒരാളുണ്ട്. ആ സൃഷ്ടാവിനെ മറ്റൊരാൾ ഉണ്ടാക്കേണ്ടതില്ല, ഉണ്ടാക്കാൻ പാടുള്ളതും അല്ല. ഇതാണ് കലാം കോസ്മോളജിക്കൽ ആർഗ്യുമെന്റ്. വളരെ എളുപ്പമാണ് മനസ്സിലാക്കാൻ. മൂന്നാമത്തെ ഒരു വാദമുണ്ട്. ഞാനിത് പെട്ടെന്ന് അവസാനിപ്പിക്കും, ശേഷം ചോദ്യോത്തരത്തിലേക്ക് കിടക്കും ഇൻഷാ അല്ലാഹ്. കണ്ടിൻജൻസി ആർഗ്യുമെന്റ് ഒന്ന് പറയ്. കണ്ടിൻജൻസി ആർഗ്യുമെന്റ്. കണ്ടിൻജന്റ് എന്ന് പറഞ്ഞാൽ ഡിപ്പെൻഡന്റ് എന്നാണ് അർത്ഥം. മുംകിൻ, മുംകിൻ. ആ കടല് കണ്ടിട്ടുണ്ടല്ലോ, ഉണ്ട്. കടലിൽ എന്തുണ്ട്? വെള്ളമുണ്ട് അല്ലേ? അപ്പൊ ഈ വെള്ളത്തിന് ഇങ്ങനെ സ്വയം നിൽക്കാൻ കഴിയുമോ? വായുവിൽ നിൽക്കാൻ പറ്റുമോ? എന്തിന്റെയെങ്കിലും മുകളിലാണ് വെള്ളത്തിന് നിൽക്കാം. അപ്പോൾ നമ്മളിങ്ങനെ കടലിലേക്ക് പോയപ്പോ ഏറ്റവും മുകളിലുള്ള ലെയർ ഓഫ് വാട്ടർ എവിടെ നിൽക്കുന്നത്? അതിന്റെ താഴെയുള്ള വെള്ളത്തിന്റെ മുകളിൽ അല്ലേ? അതോ അത് അതിന്റെ താഴെയുള്ള വെള്ളത്തിന്റെ മുകളിൽ? അതിങ്ങനെ പോയി പോയി അവസാനം എന്തുണ്ടാവണം? അടിയില് ഒരു അടിത്തട്ടുണ്ടാവണ്ടേ കടലിന്റെ? ഈ അടിത്തട്ടിനെ നമ്മൾ കാണണോ? വേണ്ട. വെള്ളം ഇങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ ഉള്ളിൽ എന്തുണ്ടാകും? അടിത്തട്ടുണ്ടാകും. അപ്പോൾ ഈ പ്രപഞ്ചത്തിലെ എല്ലാം പരസ്പരം ആശ്രയിച്ചിട്ടാണ് നിൽക്കുന്നത്, ആണോ അല്ലേ? സൂര്യനെ ആശ്രയിച്ചാണ് ഭൂമി, ഭൂമി ആശ്രയിച്ചാണ് ചന്ദ്രൻ. അങ്ങനെ ഇതെല്ലാം ഇങ്ങനെ പരസ്പരം ആശ്രയിച്ച് നിൽക്കുകയാണ്. എങ്കിൽ ഇതെല്ലാം ആശ്രയിക്കുന്ന മറ്റൊന്നിന്റെ ആശ്രയം ആവശ്യമില്ലാത്ത ഒന്ന് വേണ്ടേ? അല്ലെങ്കിൽ ഇത് ഇവിടെ നിലനിൽക്കോ? അതാണ് കണ്ടിൻജൻസി ആർഗ്യ പ്രകാരം സ്ഥാപിക്കപ്പെടുന്ന ദൈവം. ഒന്നുകൂടി വിശദീകരിച്ചാൽ, ശറഉൽ-അഖായിദ് ഓതി തുടങ്ങിയോ? എത്ര പേര്? മൂന്ന് തരം വുജൂദേ ഉള്ളൂ, എക്സിസ്റ്റൻസേ ഉള്ളൂ, ഉണ്മയേ ഉള്ളൂ, അസ്തിത്വമേ ഉള്ളൂ. ഏത് ഭാഷയിൽ എങ്ങനെ മനസ്സിലാക്കിയാലും മൂന്ന് തരത്തിലേ ഉള്ളൂ. ഏതൊക്കെയാ? ഒന്ന് വാജിബുൽ വുജൂദ്, നെസസറി എക്സിസ്റ്റൻസ്. രണ്ട് മുംകിനുൽ വുജൂദ്, പോസിബിൾ എക്സിസ്റ്റൻസ്. മൂന്ന് മുഹാലായ, അതായത് വുജൂദില്ല അതിന്, ഇംപോസിബിൾ എക്സിസ്റ്റൻസ്. മൂന്നെണ്ണേ ഉള്ളൂ. ഒന്ന് വാജിബ്, മുംകിന്, മുഹാല്. ഉദാഹരണം പറയ്. വാജിബ് അല്ലാഹു, ഇല്ലാതിരിക്കാൻ കഴിയില്ല. പറ്റുമോ? അപ്പൊ വാജിബ് എന്ന് പറഞ്ഞാല് ഇല്ലാതിരിക്കാൻ കഴിയില്ല, ഉണ്ടാവൽ അനിവാര്യമാണ്. എന്നാ മുഹാലോ നേരെ ഓപ്പോസിറ്റ്, ഉണ്ടാവാനേ പാടില്ല, ഇല്ലാതിരിക്കൽ അനിവാര്യമാണ്, നേരെ ഓപ്പോസിറ്റ്. പിന്നെ ഏതാ ഉള്ളത്? മുംകിൻ എന്ന് പറഞ്ഞാല് ഉണ്ടാവാം, ഉണ്ടാവാതിരിക്കാം. ഈ കാണുന്ന പ്രപഞ്ചം മുഴുവനും മുംകിനായതിന് മാത്രം നിലനിൽക്കാൻ കഴിയോ? നമ്മളൊരു പച്ചക്കറി കടയിലേക്ക് കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് പോയി. ഇപ്പൊ പിന്നെ ഇലക്ട്രിക് ത്രാസ് ആയിരിക്കുമല്ലോ, അതുകൊണ്ടാണ് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് പോണത്. അപ്പോ അദ്ദേഹത്തിന്റെ കയ്യിലുള്ള തുലാസിന്റെ ഒരു ഭാഗത്ത് പച്ചക്കറി വെക്കുന്നു, മറ്റൊരു ഭാഗത്ത് തൂക്കുകട്ട വെക്കുന്നു. അല്ലെങ്കിൽ രണ്ടും വെക്കുന്നതിന്റെ മുമ്പ് അതിങ്ങനെ തുല്യമായി നിൽക്കുന്നു. ത്രാസ് മനസ്സിലായില്ലേ? അപ്പൊ ഒരു സ്ഥലത്ത് പച്ചക്കറി വെച്ചപ്പോ അത് എന്ത് ചെയ്തു? താന്നു അല്ലേ? അപ്പൊ ആദ്യം രണ്ടും തുല്യമായിരുന്നു, പിന്നെ ഒന്ന് എന്ത് ചെയ്തു? താഴ്ന്നു. അപ്പൊ തുല്യമായ അവസ്ഥയിൽ നിന്ന് ഒന്ന് താഴ്ന്നെങ്കിൽ അതിനൊരു വിശദീകരണം വേണ്ടേ? വേണ്ടേ? എന്താ വിശദീകരണം? പച്ചക്കറി വെച്ചു അല്ലേ? അപ്പോൾ മുംകിനായതിന് രണ്ട് സാധ്യത ഉണ്ട്. ഒന്നുകിൽ ഉണ്ടാവുക, അല്ലെങ്കിൽ ഇല്ലാതിരിക്കുക അല്ലേ? അപ്പൊ നമ്മൾ ഉണ്ടാവുക, അല്ലെങ്കിൽ ഇല്ലാതിരിക്കുക. ഈ രണ്ട് സാധ്യതയിലെ ഒരു സാധ്യത തെരഞ്ഞെടുക്കപ്പെട്ടു. അതുകൊണ്ടല്ലേ നമ്മൾ ഉണ്ടായത്, അതുകൊണ്ടല്ലേ ഈ പ്രപഞ്ചം ഇവിടെ ഉണ്ടായത്. അപ്പൊ ആ പച്ചക്കറിക്കാരന്റെ ത്രാസിനെ പോലെ രണ്ട് സാധ്യത, ഉണ്ടാവുക, ഉണ്ടാവാതിരിക്കുക. ഉണ്ടാവുക എന്ന സാധ്യത തിരഞ്ഞെടുക്കപ്പെട്ടു. വിശദീകരണം വേണ്ടേ? എന്താ വിശദീകരണം? അവിടെ ഒരു തർജീഹ് സംഭവിച്ചു. തർജീഹ് സംഭവിച്ചാൽ ആര് വേണം? മുർജഹ് വേണം.
മുറജ്ജിഹ് ഇല്ലാതെ എന്ത് സംഭവിക്കില്ല? തർജീഹ് സംഭവിക്കില്ല. അപ്പോൾ മുംകിനായ വസ്തുക്കൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെ എന്ത് വേണം? വാജിബായ അല്ലാഹു വേണം. 3 തരത്തിലുണ്ട് വുജൂദ്. ഏതൊക്കെയാ? വാജിബ്, മുംകിന്, മുഹാല്. അല്ലാഹു വാജിബുൽ വുജൂദാണെന്ന് നാം മനസ്സിലാക്കി. ഈ പ്രപഞ്ചം മുഴുവൻ മുംകിനാണെന്ന് മനസ്സിലാക്കി. വട്ടത്തിലുള്ള ത്രികോണം ഉണ്ടാവോ? ഉണ്ടാവോ? എന്തുണ്ടാവാത്ത? ത്രികോണം എന്ന് പറഞ്ഞാൽ എന്താ? വട്ടമല്ല അല്ലേ? അതാണ് ഇമ്പോസിബിൾ ആയ, മുഹാലായ സംഗതികൾ. എന്തുകൊണ്ട് ഈ പ്രപഞ്ചം നെസസറി അല്ല? ഈ പ്രപഞ്ചം വാജിബല്ല. ഒന്ന്, ഈ പ്രപഞ്ചത്തിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് അല്ലേ? കറങ്ങുന്നുണ്ട്, തിരിയുന്നുണ്ട്, ഒക്കെ സംഭവിക്കുന്നുണ്ട്. മാറ്റം സംഭവിക്കുന്നത് നെസസറി ആവില്ല, കാരണം മാറ്റത്തിന് വേറെ വിശദീകരണം വേണ്ടേ? 2, ഈ പ്രപഞ്ചത്തിന് നിലനിൽക്കാൻ സ്ഥലവും കാലവും ആവശ്യമാണ് അല്ലേ? ടൈമും സ്പേസും വേണം. നിലനിൽക്കാൻ മറ്റൊന്നിന്റെ ആവശ്യമുള്ളത് എന്താവില്ല? അനിവാര്യമാവില്ല, കാരണം അത് നിലനിൽക്കാൻ വേറെ ഒന്നിന്റെ ആവശ്യമുണ്ട്. പിന്നെ അതെങ്ങനെ അനിവാര്യമാവും? മറ്റൊന്ന്, ഈ പ്രപഞ്ചം മറ്റൊരു രീതിയിലും ആയിക്കൂടെ? ഉദാഹരണത്തിന് സൗരയൂഥത്തില് സെൻട്രൽ ആരാ? സൂര്യൻ, ചുറ്റും ഗ്രഹങ്ങൾ, സെൻട്രൽ ഭൂമിയും പുറത്ത് സൂര്യനും ആയിക്കൂടെ? അങ്ങനെ വരയ്ക്കാൻ പറ്റില്ലേ? വരയ്ക്കാൻ പറ്റുമല്ലോ, നടുവിൽ ഭൂമി നിട്ടു. അപ്പൊ മറ്റൊരു രീതിയിലും ആകാൻ സാധ്യമാണ്. പക്ഷെ ഈ ഒരു രീതിയിലായി, അപ്പൊ അവിടെ മുറജ്ജിഹ് വേണം. തർജീഹ് സംഭവിച്ചല്ലോ. പല പേരിടാം കുട്ടിക്ക്, പക്ഷെ ഒരു പേരിട്ടു, അപ്പോൾ എന്ത് വേണം? മുറജ്ജിഹ് വേണം. മുറജ്ജിഹ് ഇഖ്തിയാറാണ്. മുറജ്ജിഹ് നമ്മൾ പറയും തർജീഹും ബിലാ മുറജ്ജിഹ് മുഹാലാണെന്ന് പറയും. തർജീഹ് ഉണ്ടെങ്കിൽ ആരുണ്ടാവും? മുറജ്ജിഹ്. അപ്പൊ തർജീഹും ബിലാ മുറജ്ജിഹ് എന്നല്ല, തർജുഹും ബിലാ മുറജ്ജിഹാണ് ഉണ്ടാവുകയാണെങ്കിൽ ഉണ്ടാവുള്ളൂ. അത് വേറെ. അപ്പൊ നമ്മൾ 3 കാര്യം പറഞ്ഞു. പ്രപഞ്ചത്തിൽ മാറ്റം സംഭവിക്കുന്നുണ്ട്, അതുകൊണ്ട് ഒരിക്കലും എന്തല്ല? അനിവാര്യമല്ല. 2, പ്രപഞ്ചം സ്ഥലത്തെയും സമയത്തെയും ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത് അല്ലേ? നിലനിൽക്കാൻ മറ്റൊന്നിന്, അപ്പൊ ഈ സ്ഥലവും സമയവും ഇല്ലെങ്കിൽ പ്രപഞ്ചം ഉണ്ടാവോ? ഉണ്ടാവൂല. 3, പ്രപഞ്ചം മറ്റൊരു രീതിയിലും ആകാൻ കഴിയും. അപ്പൊ പിന്നെ അതെന്തല്ല? അപ്പൊ പിന്നെ ഇവര് ഉത്തരം ഉണ്ടാക്കിട്ടോ, കാരണം ഇത് ദൈവം ഉണ്ട് ഇങ്ങോട്ട് തെളിഞ്ഞു കിട്ടില്ല. അപ്പൊ ഇവര് പറയാണ്, ഞങ്ങൾ പറയുന്നത് ഒരു കണത്തെ കുറിച്ചാണ്. ആ കണം ഇവിടെ ഉണ്ടായിരുന്നു, അത് അനിവാര്യമായിരുന്നു. അത് പിന്നെ എന്തായി മാറി? ഈ കാണുന്ന പ്രപഞ്ചമായി മാറി. ഓക്കെ, അപ്പൊ നമ്മൾ ചോദിക്കാം, ആ കണപ്പുണ്ടോ? ഇപ്പൊ ഇല്ലാത്തൊന്ന് പിന്നെ എങ്ങനെ അനിവാര്യമാകും? അത് പോയി. അപ്പൊ ഇവര് കുറെ എങ്ങനെ ആലോചിച്ചിട്ട് അടുത്ത ചോദ്യമായിട്ട് വന്നു, ആ കണപ്പുണ്ട്. അപ്പൊ നമ്മൾ ചോദിക്കാം, ആ കണം ഭൗതികമാണോ? ഭൗതിക കണമാണോ? അപ്പൊ അവർ പറയാതെ ഭൗതികമാണ്, കാരണം ഭൗതികം അല്ലാത്തൊന്നും ഇല്ല എന്നല്ല അവരുടെ വാദം. ഭൗതികമാണെങ്കിൽ അതിന് നിലനിൽക്കാൻ സ്ഥലവും കാലവും ആവശ്യമാണ്. അപ്പൊ പിന്നെ അത് എന്താവാൻ പറ്റില്ല? നെസസറി ആവാൻ പറ്റില്ല. അപ്പൊ ഇവരിങ്ങനെ ആലോചിച്ചു, അഭൗതികം എന്ന് പറഞ്ഞാൽ കുടുങ്ങും, കാരണം അഭൗതികം ഇല്ല എന്നാണ് ഇവരുടെ വാദം. ഭൗതികം എന്ന് പറഞ്ഞാലും കുടുങ്ങും. അപ്പൊ ഇവര് പറഞ്ഞു, ഇതൊരു പ്രത്യേകതരം കണമാണ്, ഇതിന് സ്ഥലവും കാലവും ആവശ്യമില്ല, ഇതിന് മാറ്റമൊന്നും ഉണ്ടാവില്ല. ഈ കണമാണ് ഈ പ്രപഞ്ചത്തേക്ക് സൃഷ്ടിച്ചത്. അപ്പോ ദൈവമെന്ന് പറയാൻ മടിയുള്ള നിങ്ങൾ കണമെന്ന് പറയുന്നു, വിശ്വാസികൾ ദൈവമെന്ന് പറയുന്നു. ചുരുക്കത്തിൽ വാദം നിങ്ങളും അംഗീകരിച്ചു എന്ന് സാരം. അപ്പൊ നമ്മൾ പ്രധാനപ്പെട്ട 3 വാദങ്ങളെ മനസ്സിലാക്കി, 3 പ്രധാനപ്പെട്ട ദൈവാസ്തിക്യത്തിനുള്ള തെളിവുകളെ മനസ്സിലാക്കി. ഇനിയും എമ്പാടുണ്ട്, ഇത്രയും മതി. ഇനി ഇങ്ങനെ സ്ഥാപിക്കപ്പെടുന്ന ആരെയാണ് നാം ഇങ്ങനെ സ്ഥാപിക്കുന്നത്? 3 തെളിവുകൾ, 3 വാദങ്ങൾ: ഡിസൈൻ ആർഗ്യുമെന്റ്, കോസ്മോളജിക്കൽ ആർഗ്യുമെന്റ്, കണ്ടിൻജൻസി ആർഗ്യുമെന്റ്. അങ്ങനെ ഈ തെളിവുകൾ കൊണ്ട് നാം സ്ഥാപിക്കുന്നത് ആരെയാ? ആരുടെ ഉണ്മയെയാ? അള്ളാഹുവിന്റെ ഉണ്മയാണ്. ഇനി ഞാൻ ചോദിക്കട്ടെ, ഏത്? കോസ്മോളജിക്കൽ 2 ഉണ്ട്, കലാമുണ്ട്, കണ്ടിൻജൻസി ഉണ്ട്. അല്ല, അത് രണ്ടും കൂടെ ചേരുമ്പോൾ 3 ആയല്ലോ. 2 ആയിട്ട് തന്നെ മനസ്സിലാക്കാം, കലാം കോസ്മോളജിക്കലും കണ്ടിൻജൻസി. അതിനൊരു സംഘനാമമുണ്ട് എന്ന് മാത്രം. എന്തുകൊണ്ടാണ് ബഹുദൈവ ആരാധന ലോകത്ത് നിലനിൽക്കുന്നത്?
എന്തുകൊണ്ടായിരിക്കും? ദൈവം വേണമെന്ന് മനുഷ്യന് ബുദ്ധി കൊണ്ട് മനസ്സിലായി അല്ലേ? അത് മനസ്സിലായി പിന്നെ അപകടമല്ലേ? പിന്നെ അത് ആരാന്ന് മനസ്സിലായില്ലെങ്കിലോ കാണുന്നതിനൊക്കെ പിടിച്ചെന്താക്കും? ദൈവാക്കും. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് ചിന്തിക്കണം. അങ്ങനെ മനുഷ്യൻ ദൈവമാക്കിയ വസ്തുക്കളുടെ വിശേഷണങ്ങൾ മനസ്സിലാക്കിയാൽ തന്നെ അള്ളാഹുവിന്റെ വിശേഷണങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. എന്താ പറഞ്ഞത്? മനുഷ്യൻ ദൈവമാക്കി കൽപ്പിച്ചുകൂട്ടിയ അവയുടെ വിശേഷണങ്ങൾ മനസ്സിലാക്കിയാൽ തന്നെ ആരുടെ വിശേഷണം മനസ്സിലാക്കാൻ പറ്റും? അള്ളാഹുവിന്റെ വിശേഷണം മനസ്സിലാക്കും. ദൈവം വേണം എന്ന് ബുദ്ധി പറഞ്ഞു തന്നു. ഇനി ഇത് ആരാണ് ദൈവം, എങ്ങനെയാണ് ദൈവം എന്ന് പ്രവാചകന്മാർ പറഞ്ഞു തന്നില്ലെങ്കിൽ അപകടമാണ്. ഈ ദൈവത്തെ എങ്ങനെ തൃപ്തിപ്പെടുത്തണമെന്ന് പ്രവാചകന്മാർ പറഞ്ഞു തന്നില്ലെങ്കിൽ അപകടമാണ്. അതാണ് റിസാലത്തിന്റെ അനിവാര്യത. അത് ഇന്നത്തെ നമ്മുടെ വിഷയമല്ല. അപ്പൊ മനുഷ്യൻ പലതിനെയും ദൈവമായി ആരാധിക്കാൻ തുടങ്ങി. എന്തിനെയൊക്കെ? കല്ല്, പിന്നെ തീ, പിന്നെ സൂര്യൻ, പിന്നെ വെള്ളം, പാമ്പ്, പശു, മനുഷ്യൻ. ഓക്കെ, ഇനി ഇതിന്റെയൊക്കെ പ്രത്യേകതകൾ പറയാം. എന്തുകൊണ്ടാണ് പാമ്പിനെ മനുഷ്യൻ ആരാധിക്കുന്നത്? എന്തുകൊണ്ടാ? ഭയം അല്ലേ? എന്തുകൊണ്ടാ പശുവിനെ ആരാധിക്കുന്നത്? ഉപകാരം അല്ലേ? ഉപകാര കൊതി, ഉപദ്രവ ഭീതി. ലാറും നാഫിയുമാണ് ആര്? അള്ളാഹു. ഈ വിശേഷണങ്ങൾ ഞാൻ പറഞ്ഞ പോയിന്റ് കിട്ടിയോ? തീയുടെ പ്രത്യേകത എന്താ? അത് നശിപ്പിക്കുന്ന സംഹാരമാണ് തീ അല്ലേ? വെള്ളത്തിന്റെ പ്രത്യേകതയോ? അത് ജനിപ്പിക്കുന്നതാണ്. കല്ലിന്റെ പ്രത്യേകത ആരാ പറയാ? എന്തുപകാരം? ഒരു മാറ്റവുമില്ലാതെ കുറെ കാലം അത് നിലനിൽക്കും. മാറ്റമില്ലാതെ നിലനിൽക്കുക എന്നതാണ് കല്ലിൽ മനുഷ്യൻ ദിവ്യത്വം ചാർത്താനുള്ള കാരണം. അപ്പൊ മാറ്റം വരില്ല എന്നല്ല, കുറെ കാലം മാറ്റമില്ലാതെ ഇതേ നിലനിൽക്കണുള്ളൂ. വേറെ ഒരു സാധനം മനുഷ്യന് കണ്ടെത്താൻ പറ്റണില്ല. ആകെ കണ്ടെത്താൻ പറ്റുന്നത് കല്ലാണ്. അപ്പോ ഇത് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ്, അള്ളാഹുവിന് ദാത്ത് എത്ര ഉണ്ട്? ഒരു ദാത്ത്. വിശേഷണങ്ങളോ? വിശേഷണങ്ങൾ ഒരുപാടുണ്ട്. ഒരുപാട് വിശേഷണങ്ങൾ ഒരു ദാത്തിൽ സമ്മേളിക്കുക, ഇതാണ് തൗഹീദ്. ഒരുപാട് വിശേഷണങ്ങൾ ഒരു ദാത്തിൽ സമ്മേളിക്കുക, ഇതാണ് തൗഹീദ്. ഇത് മനസ്സിലാകാതെ പോകുന്നതാണ് എന്ത്? ശിർക്ക്. സൃഷ്ടി, സ്ഥിതി, സംഹാരം. ഇത് മൂന്നും അള്ളാഹുവിന്റെ ദൗത്യം തന്നെയല്ലേ? ഖാലിഖുമാണ്, ഖയ്യൂമുമാണ്, മുമീത്തുമാണ്. പക്ഷെ ഇത് മൂന്ന് ദാത്താണെന്ന് സങ്കല്പിച്ച എന്തായി? ശിർക്കായി. സൃഷ്ടിക്കുന്നത് ഒന്ന്, സംഹരിക്കുന്നത് മറ്റൊന്ന്, പരിപാലിക്കുന്നത് മറ്റൊന്ന്. അപ്പൊ വിശേഷണങ്ങളെ ദാത്തുകൾക്ക് പരികൽപ്പിക്കുന്നതിനെയാണ് ശിർക്ക് എന്ന് പറയുന്നത്. അപ്പൊ അള്ളാഹുവിന് ഒന്നിലധികം വിശേഷണങ്ങളുണ്ട്, അത് ഒരു ദാത്തിൽ സമ്മേളിച്ചിട്ടുണ്ട്. ഇതാണ് തൗഹീദ്. രണ്ട് അപകടങ്ങൾ ഇവിടെ ഉണ്ടായി. ഒരു ടീം പറഞ്ഞു അള്ളാഹുവിന് ദാത്ത് മാത്രമേ ഉള്ളൂ, വിശേഷണങ്ങളേ ഇല്ല, ഖദീമായി വിശേഷണങ്ങളേ ഇല്ല. ഏതാണ് ടീമിന്റെ പേര്? മുഅ്തസില. കാരണം അത് അള്ളാഹിനെ കൂടെ നന്നാക്കാൻ വേണ്ടിയിട്ടേ. കാരണം വിശേഷണങ്ങൾ ഉണ്ടെങ്കിൽ ഇനിയിപ്പോ അത് ശിർക്കാവെന്ന് പേടിച്ചു. മറ്റൊരു ടീം പറഞ്ഞു എല്ലാ വിശേഷണങ്ങൾക്കും എന്തുണ്ട്? വിശേഷണങ്ങൾക്കൊക്കെ ദാത്തുണ്ട്. അത് രണ്ടുമല്ല. തൗഹീദ് എന്നാൽ ഏകീകരിക്കൽ. എന്തിലേക്ക് ഏകീകരിക്കൽ? ഒരു ദാത്തിലേക്ക് വിശേഷണങ്ങളെ. പൂർണ്ണതയുടെ വിശേഷണങ്ങളെല്ലാം മേളിച്ച സത്തയുടെ സജ്ഞയാണ് അള്ളാഹു. അപ്പൊ അള്ളാഹുവിന് വിശേഷണങ്ങൾ ഉണ്ട് നമുക്ക് മനസ്സിലായി. അള്ളാഹുവിന്റെ വിശേഷണങ്ങളെ ശരിക്കും മനസ്സിലാക്കിയാൽ തന്നെ അള്ളാഹുവിനെതിരെ വിമർശകർ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ ഇല്ലാതാകും. എന്താ പറഞ്ഞത്? വിശേഷണം മനസ്സിലാക്കിയാൽ തന്നെ അള്ളാഹുവിന് എത്ര വിശേഷണങ്ങളുണ്ട്?
41 വിശേഷണങ്ങളുണ്ട്. അപ്പൊ 99 എന്താ? അപ്പൊ 99 പേരേ ഉള്ളൂ. പേരുകളും കുറെ. അസ്മാഉൽ ഹുസ്ന എത്രയേ ഉള്ളൂ? അസ്മാവ് കുറെ ഉണ്ട്. അപ്പൊ ഈ 99 പേരുകളും 41 വിശേഷണങ്ങളും തമ്മിൽ എന്താ ബന്ധമുണ്ട്? അങ്ങനെ വരാത്തതുണ്ടല്ലോ. ഖാലിഖവിടെ, റാസിഖവിടെ. അപ്പൊ അള്ളാഹുവിന്റെ 41 വിശേഷണങ്ങളൊന്ന് മനസ്സിലാക്കാം. നമ്മളെങ്കിലും ഇത് മനസ്സിലാക്കണ്ടേ? അതിൽ ഒരെണ്ണം എന്താണ്? ജായിസാണ്. അതെന്താ? എന്തും ചെയ്യാം. മുംകിനായ എന്തും ചെയ്യാം, ചെയ്യാതിരിക്കാം. അത് നമുക്ക് മനസ്സിലായില്ലേ? സൂര്യനെ ഉണ്ടാക്കാം, ഭൂമിയെ ഉണ്ടാക്കാം, എന്തും ചെയ്യാം. സൂര്യനെ ഇല്ലാതാക്കാം, ഒക്കെ ചെയ്യാം. ഇനി എത്ര എണ്ണം ഉണ്ട്? 40. അതിൽ 20 എണ്ണം എന്താ? 20 എണ്ണോ? ആ 20ന്റെ ഓപ്പോസിറ്റ് അല്ലേ ഇത്? അപ്പൊ സത്യത്തിൽ എത്ര എണ്ണം പഠിച്ചാൽ മതി? ഈ 20 തന്നെ 2-3 തരണ്ട്. ഏതൊക്കെയാ? നഫ്സിയായ എത്ര സിഫത്തുണ്ട്? 6 സിഫത്തുണ്ട്. അപ്പൊ നഫ്സിയായ 6 പ്ലസ് മഅനിയും മഅനവിയുമായ 7 7 പ്ലസ് 7 14 പ്ലസ് 6 14 പ്ലസ് 6. അപ്പൊ ഈ മഅനവിയും മഅനിയും ചെറിയ വ്യത്യാസമേ ഉള്ളൂ. അതാ മുഅ്തസിലക്കാരുണ്ടാക്കിയ പ്രശ്ന. വെറുതെ ഒരാവശ്യം ഉണ്ടായില്ല. അത് പോട്ടെ. അപ്പൊ ഈ 6ഉം ആ 7ഉം പഠിച്ചാൽ മതി. ഒന്ന് സത്താപരമാണ് സിഫാത്തുൻ നഫ്സി, മറ്റത് ആശയപരമാണ് സിഫാത്തുൽ മഅനവിയും മഅനിയും. ഒന്ന് ഹയാത്ത്, മറ്റേതിൽ ഹയ്യ്. ഒന്നിൽ ഇറാദത്ത്, മറ്റേതിൽ മുരീദ്. ഈ വ്യത്യാസമേ ഉള്ളൂ. അപ്പൊ 7 എണ്ണം പഠിച്ചാൽ മതി. 6ഉം 7ഉം പഠിച്ചാൽ അള്ളാഹനെ മനസ്സിലാക്കാം. അള്ളാഹനെ മനസ്സിലാക്കിയാൽ വിമർശകർ ഉന്നയിക്കുന്ന ആരോപണങ്ങളൊക്കെ തനിയെ നിഷ്പ്രഭമാകും. അപ്പോൾ നമുക്ക് ഇവിടെ ശ്രദ്ധിക്കൂ. അപ്പോൾ നമുക്ക് അള്ളാഹുവിന്റെ സത്താപരമായ 6 വിശേഷണങ്ങൾ മനസ്സിലാക്കാം. ഒന്നെന്താ? വുജൂദ്. അള്ളാഹ്ക്ക് എന്തുണ്ട്? ഉണ്ടല്ലോ. ഇല്ലാത്ത ഒന്നെങ്ങനെയല്ല? അപ്പൊ ഉണ്ട്. ഓക്കെ. ഈ സത്താപരമായ വിശേഷണങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ഇങ്ങനെ പറയും. നമ്മളിപ്പോ ദൈവത്തെയാണ് പഠിക്കുന്നത്. അള്ളാഹുവിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇത്തരം പദപ്രയോഗങ്ങളൊക്കെ അപകടമാണ്. അപ്പൊ സത്താപരം എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഞാനിങ്ങനെ നിൽക്കല്ലേ, ഞാൻ ഒന്നും ചെയ്യുന്നില്ല, ഞാനൊന്നും ചിന്തിക്കുന്നില്ല, ഞാനൊന്നും അറിയുന്നില്ല, ഞാനൊന്നും പറയുന്നില്ല, എങ്കിലും ഞാനിവിടെ ഉണ്ടല്ലോ. വുജൂദ്. ഓക്കെ. അപ്പൊ ഉണ്ട് പറഞ്ഞ ഒരു സംശയം വരും. എന്നുണ്ടായത് വരുമല്ലോ. അല്ല എന്നാണ്ടായി? അല്ലെങ്കിൽ ദൈവം എന്നാണ്ടായി? ഉണ്ടായതല്ല, ഉള്ളവനാണ്. ഖിദം. അടുത്ത വിശേഷണം വന്നു. ആയിക്കോട്ടെ, തുടക്കമില്ല. ഖിദം, അനാദ്യനാണ്. അപ്പൊ പിന്നെ അടുത്ത ചോദ്യം വന്നു, എത്ര കാലം ഉണ്ടാവും? അങ്ങനെ ഉണ്ടല്ലോ അല്ല, എത്ര കാലം ഉണ്ടാവും? അപ്പൊ എന്താ ഉത്തരം? ഒടുക്കവുമില്ല, ബഖാഉം വന്നു. ഓക്കെ. അപ്പൊ തുടക്കവുമില്ല, ഒടുക്കവുമില്ല. പിന്നെ ഇതിപ്പോ എങ്ങനെ നിലനിൽക്കുന്നത്? അത് ഖിയാമും ബിൻ നഫ്സാണ്. അത് സ്വന്തമായി സെൽഫ് സഫിഷ്യന്റ് ആണ്, സ്വന്തമായി നിലനിൽക്കും. ഓക്കെ. ഇതുപോലെ വേറെന്തെങ്കിലുമൊക്കെ ഉണ്ടോ? ഒരു സംശയല്ലേ? ഇതുപോലെ ഇപ്പൊ വേറെന്തെങ്കിലുമൊക്കെ ഉണ്ടോ? ഇല്ല. ഇതുപോലെ മറ്റൊന്നുമില്ല. മുഖാലഫത്തുൽ ലിൽ ഹവാദിസ്. എങ്കിൽ പിന്നെ അത് ഒരാളായിരിക്കും. ഇതുപോലെ വേറെ ആരില്ലല്ലോ. വഹ്ദാനിയ. അപ്പൊ അള്ളാഹുവിന്റെ സത്താപരമായ നഫ്സിയായ 6 വിശേഷണങ്ങൾ പറയും. വുജൂദ്, ഖിദം, ബഖാ, ഖിയാമും ബിൻ നഫ്സ്, മുഖാലഫത്തുൽ ഹവാദിസ്. അപ്പൊ ഞാൻ വഹ്ദാനിയത്ത്. ഇതൊക്കെ സൂറത്തുൽ ഇഖ്ലാസിന്ന് കിട്ടും. ഇതൊക്കെ സൂറത്തുൽ ഇഖ്ലാസിന്ന് കിട്ടും. എന്നാ പറയും, വഹ്ദാനിയത്ത് എവിടെ സൂറത്തുൽ ഇഖ്ലാസില്? അത് എല്ലാവർക്കും കിട്ടി. എന്നാ പറയും, ഖിദം എവിടെ? ലം യലിദാണോ വലം യൂലദാണോ? വലം യൂലദ്. ഈ ലം യലിദിന്റെ അർത്ഥം എന്താ? അത് പറയും മലയാളത്തില്. അപ്പം മനുഷ്യന്മാർക്ക് ജനിപ്പിച്ചതാരാ? പിതാവായിട്ടില്ല. വലം യൂലദ്, പുത്രനുമായിട്ടില്ല. അങ്ങനെ പറഞ്ഞാൽ മതി. ജനിപ്പിച്ചിട്ടില്ല പറഞ്ഞ പിന്നെ ആരവ ജനിപ്പിച്ചത്? അപ്പൊ ലം യലിദ് പിതാവായിട്ടില്ല, വലം യൂലദ്
പുത്രനുമായിട്ടില്ല. അപ്പോ ലം യലിദ് പിതാവായിട്ടില്ല. അത് അല്ല. ബഖാ എവിടെ വരുന്നത്? അല്ല, ഖിദം എവിടെ വരുന്നത്? വലം യൂലദ് ആരായിട്ടില്ല? പുത്രനായിട്ടില്ല. അതേ തുടക്കമില്ല, കിട്ടി. ഇനി ബഖാ എവിടെ വരുന്നത്? അല്ലെങ്കിൽ പോട്ടെ, ഖിയാമും ബിൻ നഫ്സ് എവിടെ വരുന്നത്? അത് എളുപ്പം മനസ്സിലായി അല്ലേ? അല്ലാഹു സമദാണ്. ഖിയാമും ബിൻ നഫ്സ്. മുഖാലഫത്തുൽ ഹവാദിസ് എവിടെ വരുന്നത്? വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അപ്പൊ പിന്നെ ബഖാ എവിടെ വരുന്നത്? എങ്കിൽ പിന്നെ ലം യലിദ്. അതല്ലേ ഇപ്പൊ വരാത്തുള്ളൂ, ബാക്കിയെല്ലാം വന്നില്ല. ലം യലിദിൽ എങ്ങനെ ബഖാ വരുന്നു? ബഖാ എന്ന് പറഞ്ഞാൽ എന്താ? ഒടുക്കമില്ല. ലം യലിദ് എന്ന് പറഞ്ഞാലോ പിതാവായിട്ടില്ല. എപ്പോഴാണ് ഒരാൾക്ക് പിതാവാകേണ്ടി വരുന്നത്? എന്റെ മരണശേഷം എന്റെ സ്വത്തിന് അവകാശി വേണം, എനിക്ക് ക്ഷീണമാകുമ്പോൾ സംരക്ഷിക്കാൻ ആള് വേണം. അള്ളാഹുവിന് മരണമുണ്ടോ? അള്ളാഹുവിന് ക്ഷീണം വരുമോ? ഇല്ല. അതുകൊണ്ട് പിതാവാകേണ്ട ആവശ്യമില്ല എന്നത് ബഖായിലേക്ക് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ അള്ളാഹിന്റെ സത്താപരമായ 6 വിശേഷണങ്ങൾ നമുക്ക് എവിടെ നിന്ന് കിട്ടി? ഇഖ്ലാസ്. ഇത് അള്ളാഹു ഒന്നും അറിയുന്നില്ലെങ്കിലും, ഒന്നും ചിന്തിക്കുന്നില്ലെങ്കിലും, ഒരു കഴിവും പ്രയോഗിക്കുന്നില്ലെങ്കിലും, ഒന്നും കാണുകയോ കേൾക്കുകയോ പറയുകയോ ചെയ്യുന്നില്ലെങ്കിലും ഇതൊക്കെ ഇല്ലേ? ഇപ്പൊ ഞാൻ ഉണ്ടാകുന്നാലും ഞാൻ ഉണ്ടല്ലോ, ഉണ്ട്. ഞാൻ രണ്ടാളൊന്നുമല്ല, ഞാൻ ഒരാളെന്നല്ലേ. ഞാനിപ്പോ നിങ്ങള് ആരും താങ്ങി പിടിച്ചിരുന്നല്ലോ നിൽക്കണം, ഞാൻ ഇപ്പൊ സ്വയം നിൽക്കന്നല്ലേ. പക്ഷേ എന്റെ ഖിദമും അള്ളാഹുവിന്റെ ഖിദമും ഒരുപോലെയാണോ? എനിക്ക് ഖിദമില്ല, ഞാനൊരു കാലത്ത് ഇവിടെ ഉണ്ടായിരുന്നില്ല. ഒരു ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ട്, അതിന് മുമ്പ് ആരില്ല. ഞാൻ ഇനി മറ്റൊരു ഡേറ്റ് വരും മീസാൻ കല്ലിന്റെ മുകളിൽ, അതിന്റെ ശേഷം ആരില്ല. ഈ ജഡം ഇവിടെ ഇല്ല. ഞാൻ നിൽക്കുന്നത് ഈ പീഠത്തിന്റെ മുകളിലാണ്, പിടിക്കുന്നത് ഇതിന്റെ മുകളിൽ. ഇതൊന്നുമില്ലെങ്കിൽ നിൽക്കാനും കഴിയില്ല. അപ്പോ മാധ്യമങ്ങളെ ആശ്രയിച്ചു എന്നതാണ് മനുഷ്യന്റെ വിശേഷണങ്ങൾ. ഞാൻ ഒരാളെന്നല്ലേ, നമ്മൾ രണ്ടാളൊന്നും അല്ലല്ലോ. പക്ഷെ ഇതും അള്ളാഹുവിന്റെ വഹദാനിയത്തും തമ്മിൽ വ്യത്യാസം എന്താ? എന്നെ മുറിച്ചാൽ എന്താക്കാൻ പറ്റും? രണ്ടാക്കാൻ പറ്റും. അള്ളാഹിനെ മുറിച്ച് രണ്ടാക്കാൻ പറ്റുമോ? ഭാഗങ്ങൾ ചേർന്ന മൊത്തമല്ല, ജുസ്ഉകൾ ചേർന്ന കുല്ലല്ല. അള്ളാഹു ഭാഗങ്ങൾ ചേർന്ന മൊത്തമല്ല. അപ്പൊ നമുക്ക് മനസ്സിലായി, സിഫാത്ത് നഫ്സി മനസ്സിലായി. ഇനി എന്തുണ്ട്? മഅനവിയും മഅനി ഒരുമിച്ച് മനസ്സിലാക്കാം. ഹയാത്ത്, ജീവൻ വേണല്ലോ അല്ലെ? സർവസജീവത എന്നർത്ഥം കൊടുക്കാം. ഒരു മെഷീൻ നമ്മൾ സ്വിച്ച് ഓൺ ചെയ്താൽ എന്താണ്? ആക്റ്റീവ് ആണ്. സ്വിച്ച് ഓഫ് ചെയ്താലോ ഇനാക്റ്റീവ് ആണ്. സ്വിച്ച് ഓഫ് ചെയ്താലും മെഷീൻ അവിടെ ഉണ്ടല്ലോ, അതാണ് സത്താപരം. മറ്റേത് ആശയപരം. സ്വിച്ച് ഓൺ ചെയ്തു, അപ്പൊ ഹയാത്ത്, ജീവനുണ്ട്. 2, അള്ളാഹു എല്ലാം അറിയുന്നുണ്ട്, ഇൽമുണ്ട്. അള്ളാഹു ഉദ്ദേശിക്കുന്നുണ്ട്, ഇറാദത്തുണ്ട്. അള്ളാഹു ചെയ്യുന്നുണ്ട്, എന്തുണ്ട്? ഖുദ്റത്തുണ്ട്. കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ട്. സമഉം ബസറുമുണ്ട്, സംസാരം വഹി സന്ദേശം നൽകുന്നുണ്ട്. അതുകൊണ്ട് കലാമുണ്ട്. ഇതൊക്കെ നമുക്കില്ലേ? നമുക്ക് ജീവനില്ലേ? ഉണ്ടല്ലോ. പിന്നെ നമുക്ക് അറിയില്ലേ കാര്യങ്ങളൊക്കെ? എത്ര കാര്യങ്ങൾ നമുക്കറിയാം. ഇന്നിപ്പോ ഏത് ദിവസം? ചൊവ്വയോ? ഇന്ന് ഞായറാന്നുള്ളതിന്റെ തെളിവ് എന്താ? ഇന്നലെ ശനിയായിരുന്നു. വേറെന്തേലും തെളിവുണ്ടോ? ഒരു തെളിവില്ല. അപ്പൊ മുൻഗാമികളെ തള്ളിക്കൊണ്ട് നമുക്ക് നിലനിൽക്കാൻ കഴിയില്ല. അത് പോട്ടെ. അല്ല, ഇന്ന് രാവിലെ സൂര്യൻ ഉദിച്ചപ്പോ അതിലിങ്ങനെ ചെറുതായിട്ട് ചെറിയ അക്ഷരത്തിൽ എഴുതി കാണിച്ചു, അങ്ങനൊന്നുമില്ലല്ലോ. അപ്പൊ നമ്മുടെ ഈ ഇതൊക്കെ നമുക്കില്ലേ? അള്ളാഹുവിന്റെ മഅനവി മഅനിയായ വിശേഷണങ്ങൾ, ഹയാത്ത് നമുക്കില്ലേ? ഇൽമില്ലേ? ഇറാദത്തില്ലേ? ഖുദ്റത്തില്ലേ? സമഉം ബസറും കലാമും ഇല്ലേ? ഇതെങ്ങനെ അള്ളാഹുവിൽ നിന്ന് വ്യത്യസ്തമാകുന്നു? അല്ലെങ്കിൽ ഇതിൽ നിന്ന് എങ്ങനെ അള്ളാഹുവിൻ്റെത് ഭിന്നമാകുന്നു? നമ്മുടേത് ലിമിറ്റഡ് ആണ് അല്ലെ? മറയ്ക്കപ്പുറം കാണാൻ കഴിയില്ല. ലെൻസ് എടുത്തു മാറ്റിയാൽ കാണാൻ കഴിയില്ല. ലിമിറ്റഡ് ആണ്. അള്ളാഹുവിന്റെയോ അൺലിമിറ്റഡ്, ആ പരിമിതമാണ്, പരിമിതി ഇല്ലാത്തതാണ്. 2, നമുക്ക് മാധ്യമങ്ങളെ ആശ്രയിക്കണം. കാണാൻ കണ്ണ് വേണം, കേൾക്കാൻ കാത് വേണം. 1 പരിമിതമാണ്, 2 മാധ്യമങ്ങളെ ആശ്രയിക്കണം. അറിയാൻ കേൾക്കുകയോ വായിക്കുകയോ മനസ്സിലാക്കുകയോ കാണുകയോ ചെയ്യണം.
അള്ളാഹുവിന് മാധ്യമങ്ങളെ ആശ്രയിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ എന്തിനാണ് അള്ളാഹു ഈ വിശേഷണങ്ങൾ നമുക്ക് നൽകിയത്? അതിൽ നിന്ന് മാത്രമേ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റൂ? അള്ളാഹുവിനെ മനസ്സിലാക്കാൻ പറ്റൂ എന്നതുകൊണ്ടാണ്. അള്ളാഹുവിനെ അങ്ങനെ ശരിക്കും മനസ്സിലാക്കാതിരിക്കുമ്പോഴാണ് തെറ്റായ വിശ്വാസങ്ങളിലേക്ക് ആളുകൾ കടന്നു പോകുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞു, ഒരു ദാത്തിൽ ഒന്നിലധികം വിശേഷണങ്ങൾ, അത് സാധ്യമാണല്ലോ. അപ്പൊ നമ്മളൊരാള് ഒരു വലിയ അഡ്വക്കേറ്റ് ആണെന്ന് വിചാരിക്കും. കോടതിയിൽ പോയ ആളാരാണ്? വലിയ വക്കീൽ. പക്ഷെ ഉമ്മാന്റെ അടുത്ത ആളാരാണ്? മോനാണല്ലോ. ഭാര്യന്റെ അടുത്തോ? മക്കളുടെ അടുത്തോ? ഇനി അദ്ദേഹം ഒരു ട്രെയിനറായിട്ട് പോവാണെങ്കിൽ ആ ട്രെയിനറാണ്. ഒരു അധ്യാപകനായിട്ട് പോയാല് വണ്ടി ഓടിച്ച ഡ്രൈവറാണ്. ഫുഡ് ഉണ്ടാക്കിയ പാചകക്കാരനാണ്. പക്ഷെ അയാൾ അതന്നല്ലേ. അപ്പൊ ഒരാളിൽ വ്യത്യസ്ത ധർമ്മങ്ങൾ ഉണ്ടാവുക എന്നത് നമ്മുടെ നിത്യജീവിതത്തിലുള്ള അനുഭവമാണല്ലോ. അപ്പോൾ പിന്നെ ഒരു ദാത്തിൽ അനേകം വിശേഷണങ്ങൾ ഉണ്ടാകുന്നതിന് എന്ത് പ്രശ്നം? ഒരു പ്രശ്നവുമില്ല. അപ്പൊ അള്ളാഹുവിന്റെ വിശേഷണങ്ങൾ നമ്മൾ മനസ്സിലാക്കി. ഇനി ഒന്നുകൂടെ ഡീപ്പായിട്ട് നമ്മൾ എവിടെ ഇറങ്ങും? ഈ അവസാനം പറഞ്ഞ 7 ഇറങ്ങും. 1, ഹയാത്തിന് വലിയ പ്രശ്നമൊന്നുമില്ല. അള്ളാഹു എപ്പോഴും ആക്റ്റീവ് ആണല്ലോ. ഒരിക്കൽ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു, ഇനി നിങ്ങൾ എന്താ വെച്ചാൽ ചെയ്തോ എന്ന് പറഞ്ഞ് ഉണ്ടായിരിക്കണ ദൈവസങ്കല്പമാണ് അള്ളാഹു. കുല്ല യൗമിൻ ഹുവ ഫീ ശഅൻ. സർവസജീവനായ ദൈവസങ്കല്പമാണ് അള്ളാഹു. സങ്കല്പം എന്ന മലയാള പദത്തിനൊരു അർത്ഥമുണ്ട്, അത് വേറെ. അപ്പോ ഹയാത്തിൽ പ്രശ്നമില്ല. പിന്നെ അതാ ഇൽമ്. അള്ളാഹുവിന്റെ ഇൽമും അള്ളാഹുവിന്റെ ഇറാദത്തും അള്ളാഹുവിന്റെ ഖുദ്റത്തും ശരിക്കും മനസ്സിലാക്കിയാൽ അള്ളാഹുവിനെ കുറിച്ച് വിമർശകർ ഉന്നയിക്കുന്ന ആരോപണങ്ങളൊക്കെ നിഷ്പ്രഭമാകും. അള്ളാഹുവിന്റെ ഇൽമ് നമ്മൾ പറഞ്ഞു 3 തരത്തിലുള്ള വുജൂദുണ്ട്. ഏതൊക്കെയാ? വാജിബ്, മുഹാല്, മുംകിന്, അല്ലേ? 3നെ കുറിച്ചുമുള്ള അറിവ് ആർക്കുണ്ട്? അള്ളാഹുവിന് അള്ളാഹിനെ കുറിച്ച് അറിയാലോ. അതുകൊണ്ടല്ലേ അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. അള്ളാഹുവിനെ പരിചയപ്പെടുത്തുന്നു. അള്ളാഹിനെ കുറിച്ച് അറിയാം. അപ്പൊ വാജിബിനെ കുറിച്ച് അറിയാം. പ്രപഞ്ചത്തെ കുറിച്ച് എന്തായാലും അറിയുമല്ലോ, അത് ഉണ്ടാക്കിയതവനല്ലേ. മുംകിനും അറിയാം. മുഹാൽ ഉണ്ടായിട്ടില്ലല്ലോ, അതെന്തുകൊണ്ട്? അത് അള്ളാഹ്ക്ക് അറിയണുണ്ടല്ലേ, അല്ലെങ്കിൽ അത് ഉണ്ടാവുമല്ലോ. അപ്പൊ മുഹാലിനെ കുറിച്ചുള്ള അറിവ് അത് മുഹാലാണ് എന്നതാണ്. അപ്പോ 3നെ കുറിച്ചുമുള്ള അറിവ് ആർക്കുണ്ട്? എന്നാൽ ഇറാദത്തും ഖുദ്റത്തും ഏതിൽ മാത്രമേ ബാധകമാകൂ? ഇറാദത്തും ഖുദ്റത്തും മുംകിനിൽ മാത്രമേ ബാധകമാകൂ. അള്ളാഹ്ക്ക് അള്ളാഹിനെ ഇല്ലാണ്ടാക്കാൻ പറ്റുമോ? അപ്പൊ അള്ളാഹുവിന് വലിയ കഴിവൊന്നുമില്ല. കാരണം അള്ളാഹ്ക്ക് അള്ളാഹിനെ ഇല്ലാണ്ടാക്കാൻ പറ്റില്ലല്ലോ. അള്ളാഹ്ക്ക് വേറെ അള്ളാഹിനെ ഉണ്ടാക്കാൻ പറ്റുമോ? ഉണ്ടാക്കാൻ പറ്റുമോ? അത് മുഹാലാണ്. വാജിബായത് ഇല്ലാതാവുക എന്നത് മുഹാലാണ്. അള്ളാഹുവിന് വട്ടത്തിലുള്ള ത്രികോണം ഉണ്ടാക്കാൻ പറ്റുമോ? നിങ്ങളുടെ അള്ള പോരാ. എന്താ? അള്ളാഹ്ക്ക് വട്ടത്തിലുള്ള ത്രികോണം ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല. അള്ളാഹുവിന് പൊക്കാൻ പറ്റാത്ത പാറ ഉണ്ടാക്കാൻ പറ്റുമോ? എന്ത് പാറ? അള്ളാഹുവിന് പൊക്കാൻ പറ്റാത്ത പാറ ഉണ്ടാക്കാൻ പറ്റുമോ? എങ്ങടെ അള്ള എന്ത് അള്ള? കാരണം എന്താ? എന്ത് പറ്റണില്ല? പാറ ഉണ്ടാക്കാൻ പറ്റണില്ലല്ലോ. അപ്പൊ ഇത് കേൾക്കുമ്പോ നമുക്കൊന്ന് എന്റെ അള്ളാഹ്ക്കൊക്കെ പറ്റുന്നു. അതെ, കാരണം എന്റെ അള്ളാഹ്ക്കൊക്കെ പറ്റുന്നു പറഞ്ഞാലോ. അപ്പൊ പാറ ഉണ്ടാക്കിയിട്ട് പിന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല? പൊക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ പറ്റുന്നു പറഞ്ഞാലും പ്രശ്നം. പറ്റുന്നു പറഞ്ഞാൽ എന്താ പ്രശ്നം? അതിന് പൊക്കാൻ പറ്റില്ല. പറ്റില്ല എന്ന് പറഞ്ഞാലോ ഉണ്ടാക്കാനേ പറ്റില്ല. അപ്പൊ പിന്നെ അള്ളാഹു എന്തല്ല? സർവശക്തനല്ല. അപ്പൊ നമ്മൾ അള്ളാഹുവിന്റെ ഖുദ്റത്തിനെ, ഇറാദത്തും ഖുദ്റത്തും ഒന്നാണ്. ഇറാദത്തും ഖുദ്റത്തും സമ്മേളിക്കുമ്പോഴാണ് സൃഷ്ടി സാധ്യമാകുന്നത്. അപ്പൊ അള്ളാഹു അനിവാര്യമായ വാജിബായ ഒന്നിനെ ഇല്ലാതാക്കാനോ കിട്ടിയോ? മുഹാലായ ഒന്നിനെ ഉണ്ടാക്കാനോ ഇറാദത്തും ഖുദ്റത്തും പ്രയോഗിക്കില്ല. അനിവാര്യമായതിനെ ഇല്ലാതാക്കാനോ അസംഭവ്യമായതിനെ ഉണ്ടാക്കാനോ അള്ളാഹു ഉദ്ദേശിക്കുകയോ കഴിവ് പ്രയോഗിക്കുകയോ ചെയ്യില്ല. ഇത് പരിമിതിയല്ല, യോഗ്യതയാണ്. എന്തുകൊണ്ട്? നീല നിറത്തിന്റെ മണം ആർക്കെങ്കിലും അറിയാൻ പറ്റുമോ? അത് മൂക്കില്ലാത്തോണ്ടാ? നീല നിറത്തിന് മണമില്ലാത്തോണ്ടല്ലേ? അത് മൂക്കിന്റെ പ്രശ്നമല്ലല്ലോ.
അപ്പൊ അള്ളാഹുവിന് പൊക്കാൻ പറ്റാത്ത പാറ ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ള ചോദ്യത്തിന്റെ അർത്ഥം, അള്ളാഹു ആരാ? സർവശക്തൻ. ഓക്കെ, അപ്പൊ അള്ളാഹുവിന് പൊക്കാൻ പറ്റാത്ത പാറ അള്ളാഹു അശക്തനാവുക, അതല്ലേ? സർവശക്തന് അശക്തനാകാൻ പറ്റുമോ എന്നാണ് ഇപ്പൊ ചോദ്യം. ഏതുപോലെ നമ്മള് ഒരാളെ പാചകം ചെയ്യാൻ വേണ്ടി കുക്കിന് ഇന്റർവ്യൂ ചെയ്യാണ്. പൊറോട്ട, ചപ്പാത്തി, നെയ്ച്ചോറ്, ബിരിയാണി, ദോശ ഉണ്ടാക്കാൻ അറിയോ? ഓക്കെ, ഉണ്ടാക്കാൻ അറിയാം. അപ്പൊ 5 ഉണ്ടാക്കാൻ അറിയാം അല്ലെ? അടുത്ത ചോദ്യം, പൊറോട്ട, ചപ്പാത്തി, നെയ്ച്ചോറ്, ബിരിയാണി, ദോശ, ഇതിലേതാ ഉണ്ടാക്കാൻ അറിയാത്തത്? അങ്ങനെ ചോദിക്കാൻ പറ്റുമോ? ഇത് 5 ഉണ്ടാക്കാൻ അറിയുന്ന ഒരാളോട് ഇതിൽ ഏതുണ്ടാക്കാൻ അറിയാത്തത് ചോദിക്കാൻ പറ്റുമോ? അപ്പൊ സർവശക്തന് ചോദിക്കണം, സർവശക്തൻ അശക്തനാകാൻ പറ്റുമോ? മനസ്സിലായില്ല. 10 ചോദ്യം ഉണ്ട്. ഇതില് ഏതിനൊക്കെ ഉത്തരം അറിയാം? 10ന് ഉത്തരം അറിയാം. ഓക്കെ, അടുത്ത ചോദ്യം. ഈ 10 ചോദ്യത്തിൽ താങ്കൾക്ക് ഉത്തരം അറിയാത്തത് ഏതാണ്? ചോദിക്കാൻ പറ്റൂലോ. അതെ, അപ്പൊ സർവശക്തനോട് അശക്തനാകാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ്. ഏതുപോലെ ജീവിച്ചിരിക്കുന്ന ആളോട് നിന്നെ കൊന്നത് ആരാണ് എന്ന് ചോദിക്കുന്നത് പോലെ. അപ്പൊ ഇത്തരം ചോദ്യങ്ങൾ വരുമ്പോ അത് ചോദ്യം തന്നെ തെറ്റാണെന്ന് പറയണമെങ്കിൽ അള്ളാഹു ആരാണെന്ന് നമുക്ക് മനസ്സിലാവണം. ഇപ്പൊ ഖദർ ഖലായിലുള്ള വിശ്വാസം ആൾക്കാർക്ക് എത്ര പറയും, എന്നാലും പഠിച്ചവൻ അങ്ങനെ തീരുമാനിച്ചോണ്ടല്ലേ എന്ന് പറഞ്ഞ് ഇങ്ങനെ വട്ടം കറങ്ങും. ഖദർ ഖലായിലുള്ള വിശ്വാസം, അള്ളാഹു നീതിമാനാണ് എന്ന വിശ്വാസം ഉണ്ടെങ്കിൽ സംശയം ഉണ്ടാവുകയുമില്ല. അള്ളാഹു നീതിമാനാണ് എന്ന വിശ്വാസം ഇല്ലെങ്കിൽ സംശയം അവസാനിക്കുകയുമില്ല. ഞാൻ എപ്പോഴും പറയുന്നൊരു ഉദാഹരണമുണ്ട്. എപ്പോഴും പറയുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. ഇപ്പോ ലുഹറിന് ഇപ്പൊ കൊടുത്ത വാങ്ങനല്ലേ വെച്ചിട്ട് മുഹദ്ദീൻ അസറിന് മാറ്റിയിട്ടൊന്നുമില്ലല്ലോ. സുബൈ അല്ല, ഇടയ്ക്ക് ഉദാഹരണങ്ങൾ മാറ്റും. അപ്പോ അപ്പൊ എന്തായിരുന്നു ഉദാഹരണം? അതെല്ലേ, എപ്പോഴും പറയുന്നത്. എന്തായിരുന്നു വിഷയം? ഖദർ ഖലാ. ഒരു മാഷേ കുറച്ച് മിഠായിട്ട് ക്ലാസ്സിക്ക് വന്നു. എന്നിട്ട് ആ മാഷ് എന്താ പറഞ്ഞേ? ക്ലാസ് കഴിയുമ്പോ എനിക്ക് തോന്നിയ ആൾക്കാർക്ക് ഞാൻ എന്ത് കൊടുക്കും? മിഠായി കൊടുക്കും. എന്താ പറഞ്ഞത്? തോന്നിയ ആൾക്ക് മിഠായി കൊടുക്കും. അപ്പൊ നമുക്കറിയാം ഇയാള് ഭയങ്കര നല്ല മാഷാണ്, നല്ല നീതിമാന അധ്യാപകനാണ്. അപ്പൊ നമ്മൾക്ക് എന്താ വിചാരിക്കാം? ഒരു എല്ലാവർക്കും അല്ല, ആ കുറച്ച് മിഠായില്ലുള്ളൂ. അത് ക്ലാസ്സിൽ നന്നായി ശ്രദ്ധിച്ച ആൾക്കാർക്കായിരിക്കും സാറ് മിഠായി കൊടുക്കുക, അല്ലേ? ഇയാൾ എന്താ പറഞ്ഞിട്ടുള്ളൂ? എനിക്ക് തോന്നിയ ആൾക്കാർക്ക് ഞാൻ കൊടുക്കുന്നേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ക്ലാസ് ശ്രദ്ധിച്ചത്. ഇന്ന് ഇയാളൊരു അസൽ പെൺകോന്തനാ വിചാരിക്കുക. അപ്പൊ നമ്മളെന്താ വിചാരിക്കുക? അത് സാറ് കാണാൻ ഭംഗിയുള്ള ഏതെങ്കിലും പെൺകുട്ടികൾക്ക് കൊടുക്കുന്നല്ലേ വിചാരിക്കുക. ഇയാൾ ഇത് രണ്ടും പറഞ്ഞിട്ടില്ലല്ലോ. ഇയാൾ എന്തേ പറഞ്ഞിട്ടുള്ളൂ? തോന്നിയവർക്ക് കൊടുക്കും. അപ്പൊ പടച്ചോൻ പറയാണ്, തോന്നിയവർക്ക് ഞാൻ സ്വർഗം കൊടുക്കും, തോന്നിയവർക്ക് ഞാൻ നരകം കൊടുക്കുന്നു. അപ്പൊ അള്ളാഹു നീതിമാനാണ് എന്നാണ് നമ്മുടെ വിശ്വാസമെങ്കിൽ നമ്മളെന്താ ചിന്തിക്കുക? സ്വർഗം അർഹിക്കുന്ന ആൾക്കാർക്ക് സ്വർഗം കൊടുക്കും, നരകം അർഹിക്കുന്ന ആൾക്കാർക്ക് നരകം കൊടുക്കും എന്ന് നമ്മുടെ മനസ്സിലെ വിശ്വാസം ഇല്ലെങ്കിലോ ചെയ്യണേ ശരിയല്ല എന്ന് വിചാരിക്കും. അപ്പോ വിധിവിശ്വാസത്തിലെ സംശയം കിടക്കുന്നത് വിധിവിശ്വാസത്തിലല്ല, അള്ളാഹുലുള്ള വിശ്വാസത്തിലാണ്. അള്ളാഹു നീതിമാനാണെങ്കിൽ പിന്നെ അള്ളാഹു എന്തു ചെയ്യുന്നുവോ അതാണ് നീതി, അല്ലേ? അള്ളാഹു സൃഷ്ടാവാണ് എന്ന് മനസ്സിലാക്കിയാൽ മതി. എങ്ങനെയാണ് സൃഷ്ടിച്ചത് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ടോ? എങ്ങനെ പടച്ചോൻ ഭൂമി ഉണ്ടാക്കിയത് ആലോചിച്ചിട്ട് കിട്ടില്ലല്ലോ, അതിന്റെ ആവശ്യമില്ലല്ലോ. അതുപോലെ അള്ളാഹു നീതിമാനാണ് എന്ന് മനസ്സിലാക്കിയാൽ മതി. എങ്ങനെയാണ് നീതി നടപ്പിലാക്കുക എന്ന് മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ടോ? അതിനുള്ള കൽപ്പന നമ്മോടില്ല, അതിനുള്ള കപ്പാസിറ്റി നമുക്ക് നൽകിയിട്ടുമില്ല. കപ്പാസിറ്റി നൽകിയ കുറെ കൽപ്പനകൾ നമ്മോടുണ്ട്, അത് ചെയ്ത് ജീവിച്ച് പോയാ പോരെ എന്നതാണ് ഉത്തരം. ചില ആൾക്കാർ ചോദിക്കും, അള്ളാഹ്ക്ക് എന്നാലും ഇങ്ങനെ ചെയ്തൂടെ, എന്തിനപ്പ അങ്ങനെ ചെയ്ത്? ഉദാഹരണത്തിന് ഈ ആദം നബിയുടെയും ഹവ്വാ ബീവിയുടെയും അലൈഹിമസ്സലാം അവരുടെ മക്കൾ പരസ്പരം വിവാഹം കഴിച്ചല്ലോ, വ്യത്യസ്ത പ്രസവങ്ങളിലുള്ള. അള്ളാഹ്ക്ക് ഒരു 10 ആദമിനെയും 10 ഹവ്വാനും ഉണ്ടാക്കിക്കൂടെ? എന്നാ പിന്നെ ഈ പ്രശ്നമില്ലല്ലോ. അല്ലെങ്കിൽ പിന്നെ അന്നത്തെ ഇവരുണ്ടാക്കിയ അതേ ടെക്നിക്ക് പിന്നെ ഉപയോഗിച്ചൂടെ? അല്ലെങ്കിൽ ഇങ്ങനെ ചോദിക്കാലോ, എല്ലാ മനുഷ്യരെയും ഒരു ദിവസം ജനിപ്പിക്കുന്നു, ഖിയാമത്ത് നാൾ ഒറ്റ സെക്കൻഡിൽ അവസാനിപ്പിക്കുന്നു, എല്ലാവരും ഓട്ട മത്സരം പോലെ ഒരുമിച്ച് ജീവിച്ചു തീർക്കുന്നു, അങ്ങനെ ആക്കിക്കൂടെ? ഈ ചോദ്യം അവസാനിക്കുമോ? ഇപ്പോ ഖുർആൻ എന്തുകൊണ്ട് അറബി ഭാഷയിലായി എന്നുള്ള ചോദ്യം വന്നപ്പോൾ ചില ആൾക്കാർ ചോദിച്ചു, ഖുർആൻ ഇംഗ്ലീഷിലാക്കിക്കൂടെ? അതല്ലേ യൂണിവേഴ്സൽ ലാംഗ്വേജ്. ഇനി ഇംഗ്ലീഷിലാക്കി വിചാരിക്കും, ഇതേ ആൾക്കാരൻ എന്ത് ചോദിക്കും? എന്നാ പിന്നെ എന്തുകൊണ്ട് അറബിയിലായിക്കോട്ടെ ചോദിക്കില്ലേ? അപ്പൊ വേറൊരാൾ എന്നാ പിന്നെ ഫ്രഞ്ചിലാക്കിക്കോട്ടെ എന്ന് ചോദിക്കില്ല, അത് അവസാനിക്കോ? ഒരാള് പേരെന്താ? ഷഫീഖ്. എന്തുകൊണ്ട് റഫീഖ് എന്നായില്ല? എന്താ ഉത്തരം പറയാ? ഇനി ഈ പേരിനെന്താ പ്രശ്നം? അത് പറയണ്ടേ?
അല്ല പേരിന് പ്രശ്നമൊന്നുമില്ല, പിന്നെ നിനക്ക് എന്താ പ്രശ്നം? അണ്ട് നിന്റെ പേരിനൊരു പ്രശ്നം ഉണ്ടാ എങ്കിലൊക്കെ. അപ്പൊ ഈ രീതിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നല്ലേ നോക്കണ്ടല്ലോ. എന്താ മറ്റേതായില്ല. നമ്മളൊരു നോട്ട്ബുക്ക് മേടിച്ചിട്ട് ഒന്നാമത്തെ പേജ് കീറിയിട്ട് പെങ്ങളുടെ കുട്ടിക്ക് തോണി ഉണ്ടാക്കി കൊടുത്തു. രണ്ടാമത്തെ പേജും ചേർത്തിട്ട് പുസ്തകം പൊതിഞ്ഞു. മൂന്നാമത്തെ പേജ് വെറുതെ വിട്ടു. നാലാമത്തെ പേജിൽ വിഷയത്തിന്റെ പേര് എഴുതി. അഞ്ചാമത്തെ പേരിൽ നമ്മുടെ പേര് എഴുതി. അപ്പൊ കൂട്ടിരിക്കുന്ന ആള് ചോദിക്കാണ്, നീ എന്തുകൊണ്ട് ഒന്നാമത്തെ പേജ് കീറി രണ്ടാമത്തെ കീറിയില്ല? നീ എന്തുകൊണ്ട് മൂന്നാമത്തെ പേജിൽ പേരെഴുതിയില്ല, വിഷയത്തിന്റെ പേര്? എന്തുത്തരം? എന്റെ പൈസ, ഞാൻ മേടിച്ച ബുക്ക്, എനിക്ക് തോന്നിയ പോലെ എഴുതുന്നല്ലേ. നേരത്തെ പറഞ്ഞ പോലെ നിന്റെ പേരെന്താ മറ്റേതായില്ല? എന്റെ ഉമ്മ എന്റെ വാപ്പ അവർക്ക് തോന്നിയ പേരിടും, നീ ആരെ ചോദിക്കാന്നുള്ളല്ലേ. അപ്പൊ അള്ളാഹു എന്തുകൊണ്ട് അങ്ങനെ ചെയ്തില്ല എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരം എന്താ? അള്ളാഹുണെങ്കിൽ തോന്നിയ ചെയ്യാൻ പറ്റണം. അല്ലാണ്ട് നമ്മൾ ചിന്തിക്കണത് ചെയ്യണ കുപ്പിന്ന് പറഞ്ഞ ഭൂതാണോ പടച്ചവൻ? അല്ലല്ലോ. അപ്പൊ സ്വതന്ത്രമായി എന്തും ചെയ്യാൻ കഴിവുള്ളവനെ ആരാകാൻ പറ്റൂ? അല്ലെങ്കിൽ മറ്റാരോ സെറ്റ് ചെയ്ത നിയമപ്രകാരം കാര്യം ചെയ്യുന്നതിന് അള്ളാഹ്ന്ന് വിളിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. ഈ രീതിയിൽ എന്താ പ്രശ്നം? ഈ പേരിൽ എന്താ പ്രശ്നം? അതല്ലേ ചോദിക്കേണ്ടത്. അള്ളാഹു എന്നാലും ആ നരകത്തിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. നമ്മളിങ്ങോട്ട് മറ്റേ സഭ കൂടി പാസ്സാക്കുകയാണേ. അപ്പോ അള്ളാഹു ആരാണ്? മുംകിനായ എന്തും ഉദ്ദേശിച്ചു ചെയ്യാൻ കഴിവുള്ളവനാണ് എന്ന വിശ്വാസം ഉണ്ടെങ്കിൽ നമുക്ക് മറുപടി വരും. അതിന് അള്ളാഹു ആരാണ് എന്ന് പഠിക്കലാണ് അള്ളാഹുവിനെതിരെയുള്ള ആരോപണങ്ങൾക്ക് മറുപടി കണ്ടെത്താൻ, നിഷ്പ്രഭമാക്കാനുള്ള എളുപ്പവഴി. ഇനി വേറെ ചോദ്യം ചോദിക്കട്ടെ. അള്ളാഹ് ഉണ്ട് നമ്മൾ സ്ഥാപിച്ചു, പക്ഷെ അള്ളാഹ് ഒരുവനാണ് നമ്മൾ സ്ഥാപിച്ചോ? മുത്തക്കലിമീങ്ങൾ പറയാ ഉണ്ട് എന്ന് പറഞ്ഞ പിന്നെ അസൽ ഒന്നാണ്. ഉദാഹരണത്തിന് ഒരു കൊല നടന്നു, അപ്പൊ കൊലപാതകി ഒരാളാണെന്നുള്ളതാണ് അസല്. രണ്ടാളാണെന്നുണ്ടെങ്കിൽ തെളിവ് വേണം. അങ്ങനെ രണ്ടള്ളുണ്ട് എന്നുള്ളതിന് തെളിവില്ല. അതുകൊണ്ട് പിന്നെ എന്തേ ഉള്ളൂ? ഒന്നേ ഉള്ളൂ. കണാണെങ്കിൽ ഭൗതികമാണോ? ഭൗതികമാണെങ്കിൽ സ്ഥലത്തെ ഡിപ്പെൻഡ് ചെയ്യണം. ഇന്ന് മാറ്റം സംഭവിക്കുന്നുണ്ടോ? ഈ പ്രപഞ്ചത്തെ ഉണ്ടാക്കിയതാണോ? അത് തിരിച്ചു ചോദിച്ചാൽ അപ്പൊ നിങ്ങൾ അള്ളാന്ന് പറയാൻ പറ്റാത്തോണ്ട് കണെന്ന് പറയണോ എന്ന് വിചാരിച്ചു. ഈ വാക്കിൽ കൊടുക്കുക. ഭൗതികമാണോ? മാറ്റമുണ്ടോ? പ്രപഞ്ചത്തെ ആരുണ്ടാക്കിയത്? ഈ 3 ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാല് ആ കണെന്നുള്ള വാദം പൊളിയും. അഭൗതിക കണം എന്ന് വേണേ പറയാം. അഭൗതികം എന്ന് പറഞ്ഞാൽ അവര് കൊടുക്കും. അല്ല, എന്റെ ചോദ്യം അതല്ല. അസിൽ ഒന്നാണ് പറഞ്ഞു. ഇനി അസിൽ അല്ലെങ്കിലും എങ്ങനെ രണ്ടുണ്ടാവുക? എപ്പോഴാണ് രണ്ടെണ്ണം എന്ന് പറയണം പറ്റണമെങ്കിൽ എന്ത് വേണം? ഇപ്പോ ഇത് എത്ര വെള്ളം കുപ്പിയാ? 2 എന്ന് പറയാൻ പറ്റുന്നത് ഈ വെള്ളം കുപ്പിക്ക് എന്തുള്ളോണ്ടാ? ഒരാകൃതി ഉള്ളോണ്ടല്ലേ. ആകൃതിയില്ലെങ്കിൽ എണ്ണാൻ പറ്റുമോ? അള്ളാഹുവിന് ആകൃതി ഉണ്ടോ? പിന്നെ എങ്ങനെ അള്ളാഹിനെ എണ്ണുക? ഉണ്മയേ ഉള്ളൂ, എണ്ണാൻ പറ്റില്ല. എണ്ണണമെങ്കിൽ ഒരു പരിധി വേണ്ടേ? അപ്പൊ ഇതിന് ഇത്ര സെന്റിമീറ്റർ, ഇതൊന്ന്, ഇത് 2 എണ്ണ. അഹദ് എന്നുള്ളത് നമ്മൾ എണ്ണത്തിന് പറയണ വാക്കുമല്ല. എണ്ണത്തിന് വാഹിദ് എന്നാണ് പറയാ, അല്ലേ? ഏകൻ, ഒന്നല്ല ഏകൻ. ഏകനിലെല്ലാം പെട്ടു, മുഖാലഫത്തുൽ ഹവാദിസ് പെട്ടു, എല്ലാം പെട്ടു. ഇപ്പൊ മേശപ്പുറത്ത് ഒരു ബോട്ടിൽ ഉണ്ട് എന്ന് പറയാം. 2 ബോട്ടിൽ വെച്ചാൽ എനിക്ക് എന്ത് പറയാം? മേശപ്പുറത്ത് ഒരു ബോട്ടിലുണ്ട് പറഞ്ഞൂടെ? ഞാനിപ്പോ അങ്ങോട്ട് വരാം, അവിടെ മേശപ്പുറത്ത് ഒരു ബോട്ടിലുണ്ട്, എടുത്തിട്ട് വാന്ന് പറഞ്ഞൂടെ? ഒരു ബോട്ടിലുണ്ടല്ലോ, അതാണ് വാഹിദ്. പക്ഷെ അഹദ് എന്ന് പറഞ്ഞാലോ ഇത് മാത്രം. ഇനി ഒരു ആപ്പിളും ഒരു ഓറഞ്ചും, അതും പറ്റില്ല. അഹദ് പറയണമെങ്കിൽ ആപ്പിൾ ആണെങ്കിൽ ആപ്പിൾ, അത് മാത്രമേ ഉണ്ടാവും. ഓറഞ്ച് പോലും ഉണ്ടാകാൻ പറ്റൂല. മറ്റൊന്നില്ലാത്ത വിധം ഏകനായവൻ, വൺ ആൻഡ് ഓൺലി എന്ന് പറയാം. അള്ളാഹുവിന്റെ നീതി നമുക്ക് നമ്മുടേതായ ഒരു കാര്യം നീതിയാണോ? ഉദാഹരണത്തിന് ഇതിന്റെ സെന്റിമീറ്റർ അളക്കാൻ നമുക്കൊരു സ്കെയിൽ ഉണ്ട്. അതുപോലെ ഒരു കാര്യം നീതിയാണോ അനീതിയാണോ എന്നളക്കാൻ വസ്തുനിഷ്ഠമായ ഒരു സ്കെയിൽ നമ്മുടെ അടുത്തില്ല. നമ്മൾ സ്കെയിൽ കണ്ടെത്തുമ്പോൾ അതിങ്ങനെ മാറിപ്പോവും. നിങ്ങൾക്കൊരു സ്കെയിലായിരിക്കും, എനിക്കൊരു സ്കെയിലായിരിക്കും. എല്ലാവർക്കും അംഗീകരിക്കാൻ പറ്റുന്ന ഒരു സ്കെയിൽ ഉണ്ടാവോ? ഉണ്ടാവൂലല്ലോ.
അപ്പൊ പിന്നെ എന്ത് അംഗീകരിക്കൽ നിവൃത്തിയുള്ളൂ? അള്ളാഹുവിന്റെ കർമ്മങ്ങളിൽ എന്താണോ വരുന്നത് അത് നീതി എന്ന് അംഗീകരിക്കൽ എന്തുള്ളൂ? നിവൃത്തിയുള്ളൂ. ബാക്കിയുള്ളതിലൊക്കെ മനുഷ്യന്റെ വൈയക്തികതകൾ, സബ്ജക്ടിവിറ്റി ഉണ്ടാവും. ബിയോണ്ട് ഹ്യൂമൻ സബ്ജക്ടിവിറ്റി ഉള്ളത് മനുഷ്യ വൈയക്തികതകൾക്ക് അതീതമായത് അള്ളാഹു മാത്രമാണ്. അപ്പൊ ഈ പരിമിതി ഇല്ലാത്ത അള്ളാഹു മാത്രമാണ്. അള്ളാഹു ഒരു കാര്യം, ഒരു ചോദ്യം ഇങ്ങനെ, അള്ളാഹുവിന് ബലാത്സംഗത്തെ നന്മയാക്കാൻ പറ്റുമോ? പറ്റുമോ? പറ്റില്ലേ? പറ്റും. പക്ഷേ അള്ളാഹു അതിന് തിന്മയാക്കി. ഇനി ഓപ്ഷൻ ഇല്ല. പറ്റില്ല എന്ന് പറഞ്ഞ പ്രശ്നം എന്തറിയോ? അപ്പൊ അള്ളാഹു ഒരു കാര്യം നന്മയാണ് തിന്മയാണ് നോക്കണത് വേറെ എവിടെയോ നോക്കിയിട്ട് മാച്ച് ചെയ്തിട്ടാണ്. മറ്റേ ബുക്കിൽ അത് നന്മ, അങ്ങനെയാണ്. പിന്നെ അള്ളാഹ്ക്ക് എന്താ വില? അള്ളാഹിന്റെ മുകളിൽ വേറെ എന്തുണ്ടതിൽ അതിന്റെ അർത്ഥം അല്ലേ? അങ്ങനൊന്നുമില്ല. അപ്പോ ഇനി എന്താണ് നന്മ? അപ്പൊ എനിക്കൊരു കാര്യം നന്മയായിട്ട് തോന്നി, അത് നന്മയാവോ? അത് വേറെ ആൾക്ക് തിന്മയായിരിക്കും. ഇപ്പൊ ഒരു ഉദാഹരണത്തിന് പറയാം. ഇപ്പോ അള്ളാഹുവിനെ ഒഴിവാക്കിയിട്ട് നന്മ കണ്ടെത്താൻ കുറച്ച് ആൾക്കാർ ശ്രമിച്ചു. അവര് പറഞ്ഞു, സുഖം വർദ്ധിപ്പിക്കുന്നത് നന്മ, വേദന വർദ്ധിപ്പിക്കുന്നത് തിന്മ. അപ്പൊ എല്ലാവരും അത് ശരി, അത് നല്ലൊരു ഇതായിട്ടുണ്ട്. ഇനി നമുക്ക് അള്ളാഹിനത് വേണ്ട, സുഖം നൽകുന്നതാണെങ്കിൽ നന്മ, വേദന. അപ്പൊ ചോദിച്ചു, ഒരേ പ്രവൃത്തി ഒരാൾക്ക് സുഖം നൽകുന്നു, മറ്റൊരാൾക്ക് വേദന നൽകുന്നു. അപ്പൊ കുടുങ്ങി. അയ്യോ, അത് ശരിയാണല്ലോ. അപ്പൊ ഇവരിങ്ങനെ ആലോചിച്ചു, കൂടുതൽ പേർക്ക് സുഖം നൽകുന്നത് നന്മ, കൂടുതൽ പേർക്ക് ദുഃഖം നൽകുകയാണെങ്കിൽ തിന്മ. ഒരു ഉദാഹരണത്തിന് പറഞ്ഞാല് അവിഹിത ബന്ധം, അത് നന്മയാണല്ലോ അവിടെ. ഫ്രീ സെക്സ്. കാരണം എന്താ? ഒരു സ്ത്രീയുടെ ഭർത്താവിന് പരസ്ത്രീ ബന്ധമുണ്ട്. ഇത് കാണുമ്പോ ഈ സ്ത്രീക്ക് വിഷമല്ലേ? അപ്പൊ ഇവര് ആദ്യം പറഞ്ഞത് വിഷമം ഉണ്ടാക്കണ എന്താണ്? തിന്മയാണ്. അപ്പൊ ഇത് തെറ്റല്ലേ? അപ്പൊ ഇവര് പറയാ, ഒരു സ്ത്രീക്ക് വിഷമം, പക്ഷെയോ ഒരു പുരുഷനും മറ്റൊരു സ്ത്രീക്കും സന്തോഷം, അപ്പൊ അത് നന്മ. കൂടുതൽ പേർക്ക് സുഖം കിട്ടുമെങ്കിൽ അത് നന്മ എന്നാക്കി. അപ്പൊ കുറച്ച് ഇതിന്റെ അപകടങ്ങൾ ആലോചിച്ച് നോക്കൂ. കുറച്ച് ആളുകൾ പറയാണ്, ഞങ്ങൾ 10 പേർ ചേർന്ന് ഒരു സ്ത്രീയെ ബലാത്സംഗം ചെയ്തു. എത്ര പേർക്ക് വിഷമം, എത്ര പേർക്ക് സന്തോഷം? അപ്പൊ അത് നന്മയാക്കണ്ടേ? ഒന്ന് ആലോചിച്ച് നോക്ക് ഇതിന്റെ അപകടം. ഒരാൾ പറയാണ്, ഞാൻ ഹോട്ടൽ മുറിയിലൊക്കെ സ്പൈ ക്യാമറ വെക്കും, എന്നിട്ട് ദമ്പതികളുടെ നഗ്നരംഗങ്ങൾ ചിത്രീകരിക്കും, എന്നിട്ട് അവരുടെ മുഖം മറച്ചിട്ട് ഞാൻ ആ വീഡിയോ അപ്ലോഡ് ചെയ്യും. അപ്പോഴോ ആർക്കും വിഷമമില്ല, ഇല്ലല്ലോ. മില്യൺ കണക്കിന് ആളുകൾ അത് കണ്ട് സന്തോഷിക്കും. ഇത് നന്മയാക്കണ്ടേ ഇവരുടെ ഭാഷ വെച്ചിട്ട്? അപ്പൊ ഇതാണ് പ്രശ്നം. അപ്പൊ പിന്നെ ഒരു കാര്യം നന്മയാകണമെങ്കിൽ ഒറ്റ നിവൃത്തിയുള്ളൂ, അപരിമിതമായ അൺലിമിറ്റഡ് ആയ അറിവുള്ള വരും വരായികളെ കുറിച്ച് ബോധ്യമുള്ള അള്ളാഹുവിന്റെ കൽപ്പനകളിൽ നിർബന്ധിക്കുകയോ നിർദ്ദേശിക്കുകയോ ചെയ്യുന്നത് നന്മ, വിലക്കുകയോ നിരുത്സാഹപ്പെടുത്തുകയോ ചെയ്യുന്നത് തിന്മ. ഇതല്ലാതെ നന്മ തിന്മയ്ക്ക് മറ്റൊരു മാനദണ്ഡം കണ്ടെത്താൻ പറ്റൂല. ശരി തെറ്റും അങ്ങനെ തന്നെയാണ്. ഉറപ്പല്ലേ? അതിലും അങ്ങനെ തന്നെ വസ്തുനിഷ്ഠമായ മാനദണ്ഡമില്ല. എങ്ങനെ അളക്കുക? അത് ഹിറ്റ്ലർ ചെയ്തത് അതിന് -14.3 ആണ് വന്നത്, അതുകൊണ്ട് അത് അനീതി. അങ്ങനെ ഉണ്ടോ? എന്ത് വെച്ചിട്ടാണ് അളക്കുന്നത്? -14.3 എന്നുള്ളത് അളക്കാൻ പറ്റില്ലല്ലോ. വസ്തുനിഷ്ഠമായ മാനദണ്ഡങ്ങൾ ഇല്ലാത്തോടത്ത് അള്ളാഹുവിന്റെ തീരുമാനങ്ങളെ മാത്രമേ അവലംബിക്കാൻ പറ്റൂ. ബാക്കിയെല്ലാം വ്യക്തിനിഷ്ഠങ്ങളാണ്. 4:30 ഒരു ചോദ്യം കൂടി, അവസാനത്തെ. 1000 വർഷം മുമ്പ് ആൾക്ക് എന്ത് കിട്ടിക്കൊണ്ടിരിക്കുന്നു? 1000 വർഷം മുമ്പ് മരിച്ച ആൾക്ക് ഇപ്പോഴും എന്ത് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്? ഖബറിലെ ശിക്ഷയാണ് ഉദ്ദേശിക്കുന്നത്. ലോകാവസാനം കഴിഞ്ഞിട്ട് ഒരു വിചാരം, അള്ളാഹു നമ്മളൊക്കെ സ്വർഗത്തിൽ ഉൾപ്പെടുത്തട്ടെ. ആ വിചാരണയ്ക്ക് ശേഷം പിന്നെ കാലുണ്ടോ? പിന്നെ അനന്തമായ ശിക്ഷയല്ലേ? അപ്പൊ അതിനോട് തുലനം ചെയ്യുമ്പോൾ ഇതങ്ങോട്ട് ഇല്ലാണ്ടായി പോയില്ലേ? ഉദാഹരണത്തിന് നമ്മള്
ഒരാള് AC റൂമിലിരുന്നു, ഒരാള് ഫാനിന്റെ ചോട്ടിലിരുന്നു. എന്നിട്ട് രണ്ടുപേരും പൊരി വെയിലത്തേക്ക് അങ്ങോട്ട് പോയി. അവിടെ ഒരു 10 കൊല്ലം പൊരി വെയിലത്ത് നിൽക്കണ്. നിനക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ, നീ അന്ന് 2 സെക്കൻഡ് AC ചോട്ടിലിരുന്നല്ലേ എന്ന് ചിന്തിക്കാൻ നമുക്ക് തോന്നുമോ? കാരണം ഇതല്ലേ അതുപോലെ ഞാന് ലാസ്റ്റ് ഒരു വർക്ക്ഷോപ്പ് കഴിഞ്ഞപ്പോഴേ ഒരു 10 മണിക്കൂർ വർക്ക്ഷോപ്പായിരുന്നു. അപ്പൊ പോണ നേരത്ത് ഒരു സാറ് ചോദിച്ചു, ഒരു ചെറിയ തെറ്റ് ചെയ്തതിന്റെ പേരിൽ ഇത്രയും വർഷം ശിക്ഷിക്കാൻ പറ്റുമോ? ഒരാള് 60 കൊല്ലം കൊണ്ട് തെറ്റ് ചെയ്തു, പിന്നെ ആൾക്ക് അനന്തമായ ശിക്ഷയല്ലേ? അപ്പൊ സത്യം പറഞ്ഞാ കുടുങ്ങിപ്പോയി, ആദ്യമായിട്ടാ കേൾക്കണ്. അപ്പൊ അങ്ങനെ ആലോചിച്ച് നോക്കിയപ്പോഴേ ഒരു അണുബോംബ് വെച്ചിട്ട് ഒരു 10,000 ആൾക്കാരെ കൊല്ലാൻ എത്ര സമയം വേണം? 1 സെക്കൻഡ് പോരെ. അപ്പൊ ഒരു സെക്കൻഡിൽ തെറ്റ് ചെയ്തിട്ടുള്ളൂ, അവനെ പെട്ടെന്ന് വിടാൻ വേണ്ടി പറയോ? അല്ലെങ്കിൽ ഒരാളെ ഷൂട്ട് ചെയ്യാൻ 10 സെക്കൻഡ് പോരെ, പക്ഷെ അതിന്റെ പണിഷ്മെന്റ് 10 കൊല്ലം ജയിലിൽ കിടക്കണ്ടേ? അപ്പൊ ചെയ്ത തെറ്റിന്റെ ദൈർഘ്യത്തിനനുസരിച്ചുള്ള ശിക്ഷയല്ലല്ലോ നമ്മൾ ഇവിടെയും നൽകുന്നത്, ചെയ്ത തെറ്റിന്റെ വലിപ്പത്തിനനുസരിച്ചുള്ള ശിക്ഷയല്ലേ? ശിർക്ക് വലിയ തെറ്റാണ്. നന്ദികേടിനേക്കാൾ വലിയ തെറ്റ് ലോകത്തില്ല. നന്ദികേടിനേക്കാൾ വലിയ തെറ്റ് ലോകത്തെന്താ? മാതാപിതാക്കളോട് നന്ദി കേട് കാണിക്കുന്നത് തന്നെ മനുഷ്യർ ലോകത്ത് ഒരു മനുഷ്യരെന്ത് ചെയ്യില്ല, അംഗീകരിക്കില്ലല്ലോ. മാതാപിതാക്കൾ നമുക്ക് എന്താ ചെയ്തതെന്ന് സത്യത്തില്? അവരുടെ ലൈംഗിക ആഗ്രഹത്തിന്റെ പൂർത്തീകരണത്തിന് വേണ്ടി ഇണചേർന്നപ്പോ, ഗർഭം ധരിച്ചപ്പോ അവർക്ക് കൊഞ്ചിക്കാൻ ഒരു കുട്ടി വേണമെന്ന ആഗ്രഹത്തിന്റെ പേരിൽ അവരതിനെ പ്രസവിച്ചു, അവരതിനെ പരിപാലിച്ചു, അവരുടെ ജീവിതത്തിന് ഒരു സന്തോഷം ഉണ്ടായി, അവരുടെ ജീവിതത്തിൽ ഒരു ലക്ഷ്യം ഉണ്ടായി, അതിന്റെ പേരിൽ അവർ വീട് വെച്ചു, അധ്വാനിച്ചു. അതല്ല ഇപ്പൊ ഉണ്ടായത്. അവർക്ക് വേണ്ടിയല്ല ഇതൊക്കെ ചെയ്തത്. എന്നിട്ട് നമുക്ക് അവരോട് എന്തുണ്ട്? കടമയുണ്ട്. കാരണം എന്താ? അവരില്ലെങ്കിൽ നമ്മൾ ഉണ്ടാവില്ല, അവരില്ലെങ്കിൽ നമ്മളുണ്ടാവും. എന്നാൽ അള്ളാഹ്ക്ക് നമ്മുടെ എന്തേലും വേണോ? ഇന്ന് 10 ആൾക്കാർ തഹജ്ജുദ് നിസ്കരിച്ചു, 2 നക്ഷത്രം കൂടുതൽ സൃഷ്ടിക്കാനുള്ള ശക്തി കിട്ടി, അങ്ങനെ റബ്ബ് വിചാരിക്കുവോ? ഇന്ന് ആരും നിസ്കരിച്ചിട്ടില്ല, കുൻ എന്ന് പറഞ്ഞിട്ട് ഒന്നും ഉണ്ടാവണില്ല, അങ്ങനെ വിചാരിക്കോ? നമ്മുടെ ആരാധന പടച്ചവന് വേണോ? അതുകൊണ്ടൊരു ആവശ്യമില്ലല്ലോ. അപ്പൊ കടമ അവിടെ അവസാനിപ്പിക്കാം. കടമ അവകാശം എന്ന് പറയുന്നത് റെസിപ്രോക്കലാണ്. എനിക്ക് ഉസ്താദിനോടുള്ള കടമയാണ് ഉസ്താദിന് എൻ്റെ അടുത്തുള്ള അവകാശം. നിങ്ങൾക്ക് നിങ്ങളുടെ ഉസ്താദുമാരോട് കടമകളില്ലേ? അതാണ് ഉസ്താദുമാർക്ക് നിങ്ങളോടുള്ള അവകാശം. നമുക്ക് മാതാപിതാക്കളോട് കടമയില്ലേ? ആ കടമയാണ് അവർക്ക് എന്ത് നമ്മിൽ നിന്നുള്ള അവകാശം. ജസാക്കുമുല്ലാഹ് ഖൈറൻ. അസ്സലാമു അലൈക്കും.